للخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق. بسم الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു അവൻ്റെ പരിശുദ്ധമായ കലാം പഠിക്കാനും അറിയാനും ജീവിതത്തിലേക്ക് പകർത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ ദുആകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ തെറ്റുകൾ, പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, സന്തതികൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അവരുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ. ഇസ്ഹാഖ് നബി, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെയും യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെയും ഈസ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രത്തിന് ശേഷം ഇനി അല്ലാഹു ഷെയ്ഖുൽ അംബിയായി അബുൽ അംബിയായി സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ മഹാനായ പ്രവാചകൻ്റെ നബിയുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തു മറിയമിൻ്റെ ഒരു പ്രത്യേകത, മറിയം ബീവിയുടെ ചരിത്രം ആരംഭിച്ചുകൊണ്ട്
അള്ളാഹു ഒട്ടുമിക്ക പ്രവാചകന്മാരുടെയും ചരിത്രം ഇതിൽ ചെറുതായി അള്ളാഹു വിവരിച്ചുകൊണ്ടാണ് പോകുന്നത്. മൂസ നബി അലൈഹിസ്സലാം വരും, നൂഹ് നബി അലൈഹിസ്സലാം വരുന്നുണ്ട്, ഹാറൂൻ നബി അലൈഹിസ്സലാം വരുന്നുണ്ട്, ഇദ്രീസ് നബിയെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അങ്ങനെ പ്രവാചകന്മാരിലെ വലിയ ഒരു വിഭാഗം അംബിയായിനെ ഈ സൂറയിൽ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലാദ്യം സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. നബിയെ, പരിശുദ്ധമായ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അങ്ങ് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുദ്ദീഖായിരുന്നു, അള്ളാഹുവിൻ്റെ നബിയുമായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇബ്രാഹിം ഇബ്നു താറഖ് ഇബ്നു നാഹൂർ ഇബ്നു സാറൂഗ് ഇബ്നു റാഗു ഇബ്നു ഫാലഗ് ഇബ്നു ആബിർ ഇബ്നു ഷാലിഹ് ഇബ്നു അറഫ്ഖദ് ഇബ്നു സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം വരെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതൃപരമ്പരയെ നമുക്ക് ചരിത്ര പണ്ഡിതന്മാർ മുഅർരിഖീങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം ഇബ്നു താറഖ്, താറഖിൻ്റെ മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോഴേ ഒരു സംശയം വരും, ആസർ എന്നല്ലേ ഇബ്രാഹിം നബിയുടെ ഉപ്പയുടെ പേര് എന്നൊരു സംശയം ചിലപ്പോൾ വരും. അങ്ങനെയല്ലെന്നാണ്. ഇബ്രാഹിം ഇബ്നു താറഖ് 250 വയസ്സിൽ മരിച്ച വാപ്പയാണ് താറഖ്. അദ്ദേഹം ഒരു മുവഹിദായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളായിരുന്നു. ഇബ്നു നാഹൂർ 148 വയസ്സിൽ മരണപ്പെട്ട നാഹൂറിൻ്റെ മകൻ താറഖ്, അവരുടെ മകൻ ഇബ്രാഹിം. നാഹൂറിൻ്റെ വല്ലിപ്പയുടെ ഉപ്പ സാറൂഗ് 230 പ്രായത്തിൽ മരിച്ചവർ. ഇബ്നു റാഗു 239 വർഷത്തെ ആയുസ്സുണ്ടായിരുന്ന. ഇബ്നു ഫാലഗ് 439 വയസ്സിൽ മരണപ്പെട്ട ഫാലഗ്. ഇബ്നു ആബിർ 464 മരണപ്പെടുന്നു. വയസ്സാണതൊക്കെ. ഇബ്നു ഷാലിഹ് 433. ഇബ്നു അറഫ്ഖദ് 438. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബം അറഫ്ഖദ് കുടുംബമാണ്, ബനി അറഫ്ഖദ്. അവരിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്യാണം കഴിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയുടെ പേര് അമീല എന്നാണ്. പെൺകുട്ടിക്ക് പേരിടാൻ പറ്റും, നല്ല പേരാണ് അമീല. ഏത് ഭാഷയിലും എഴുതാനും പറ്റും. ഇനി ഇപ്പോൾ അടുത്ത പ്രസവമൊക്കെ ഉള്ളവരാണെങ്കിൽ എഴുതി വെച്ചോളി, അമീല. നല്ല പേരാണ്, മാഷാ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയാണത്, ഉമ്മു ഇബ്രാഹിം അലൈഹിസ്സലാം. ഹാഫിദ് ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ താരീഖിൽ ഈ സംഭവം ശരിയായി സമർത്ഥിക്കുന്നുണ്ട്. അമീല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വല്ലിപ്പമാരിൽ അറഫ്ഖദ് കഴിഞ്ഞാൽ പിന്നെ ഇബ്നു സാം എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ്. സാം ഇബ്നു നൂഹ് 600 വയസ്സ് ജീവിച്ച ആളാണ്. സാമിൻ്റെ ഉപ്പയാണ് മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം ആണെങ്കിലോ 1000-ലേറെ വർഷം ജീവിച്ച നബിയാണ്. 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന കാലഘട്ടമാണ്. നബിയായി പ്രബോധനം ചെയ്ത കാലം. ഏകദേശം 300 വയസ്സ്, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 300-350കളിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൂഹ് നബി അലൈഹിസ്സലാമിന് നുബുവത്ത് ലഭിക്കുന്നത്. നുബുവത്ത് കഴിഞ്ഞ് 950 കൊല്ലം പ്രബോധനം. അതായത് ഇന്നത്തെ തുർക്കിയിലെ അറാറത്ത് പർവ്വതം, ജബൽ ജൂദിയിൽ പർവ്വതത്തിൻ്റെ മുകളിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിടുന്ന വരെയുള്ള കാലമാണ് ഈ 950. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 400 വർഷത്തോളം ജീവിച്ചിട്ടാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ലോകത്തോട് വിട പറയുന്നത്. ഒരുപാട് ഏകദേശം ഒരു 1600 വരും ഏകദേശം. കൃത്യമായ കണക്ക് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഏതായാലും 1600ഓളം വർഷം ജീവിച്ച നബിയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. അപ്പോൾ കാലം പിറകോട്ട് പോകുന്തോറും മനുഷ്യരുടെ കഴിവുകൾ അല്ലാഹു തആല വർദ്ധിപ്പിക്കുന്നുണ്ട്. ലതർകബുന്ന തബഖൻ അൻ തബഖ്.
മനുഷ്യരെ അള്ളാഹു ഘട്ടം ഘട്ടമായി പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും യാത്ര ചെയ്തെടുത്തുനിന്ന് പിന്നെ കാളവണ്ടിയായി കുതിരവണ്ടിയായി അതങ്ങ് മെച്ചപ്പെട്ട് ഇന്നത്തെ ഏറ്റവും വളരെ ഫാസ്റ്റസ്റ്റ് ട്രാൻസ്പോർട്ടേഷനൊക്കെ മനുഷ്യൻ കണ്ടെത്താൻ കഴിഞ്ഞു. നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റമുണ്ടായി. ഇതൊക്കെ തൊബഖൻ ആൻഡ് തൊബഖ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇങ്ങനെ മനുഷ്യകുലത്തെ അള്ളാഹു കൊണ്ടുവരുന്നത്. പക്ഷെ അതിൽ സംഭവിച്ചു പോയത് 950 കൊല്ലമൊക്കെ 1000 കൊല്ലം ജീവിച്ചവർ ഒരു പക്ഷേ നമ്മളിന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന യാത്ര ഒരു കൊല്ലം കൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സംഗതി ടാലിയിട്ട് വരും. ആയുസ് കുറവാണെങ്കിലും അച്ചീവ്മെൻറ്റുകൾ മാച്ച് ചെയ്ത് നോക്കിയാൽ ആ കൊല്ലം കൊണ്ട് ചെയ്തതിനപ്പുറം ഒരു പക്ഷേ നമുക്ക് ഈ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു കത്ത് കിട്ടണമെങ്കിൽ എത്ര കാലം എടുത്തിരുന്നു മുമ്പ് ഒരു കത്ത് വരാൻ, ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക്, അവിടെ തിരിച്ച് ഇങ്ങോട്ടും. ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു, കാണുന്നു. അപ്പോൾ സമയം കുറവാണ്, നമുക്ക് ആയുസ് കുറവാണ്. പക്ഷേ അല്ലാഹു തആല ആ ആയുസ് കൊണ്ട് ഒരു നഷ്ടം നമുക്ക് വരുന്നില്ല എന്നാണ്. അല്ലാഹു തആല അത് കോമ്പൻസേറ്റ് ചെയ്തു മറ്റു വഴികളിലൂടെ. അത് അള്ളാഹുവിൻ്റെ അദിലാണ്, അള്ളാഹുവിൻ്റെ നീതിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ വംശപരമ്പരയാണ് നമ്മൾ പറഞ്ഞത്, പിതാക്കന്മാർ. അങ്ങനെ പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് ആദം നബി അലൈഹിസ്സലാം വരെ നബി തങ്ങളുടെ പിതൃപരമ്പര അള്ളാഹുവിനെ ഏകനായ സൃഷ്ടാവായി അംഗീകരിച്ച മുവഹിദീങ്ങളായ ആളുകളായിരുന്നു. ഒരാളും ബിംബാരാധകരോ കാഫിറോ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം. ഞാനിത് പറയുന്നത് അല്ലാമ മുത്തവല്ലി ഷഅറാവി തങ്ങളുടെ ഒരു സമർത്ഥനമാണ്. മുത്തവല്ലി ഷഅറാവി തങ്ങൾ എടുത്ത് മരണപ്പെട്ടു പോയ ഈജിപ്തുകാരനായിരുന്ന ലോക പണ്ഡിതന്മാർക്കിടയിൽ തലയെടുപ്പുള്ള വളരെ ഉഖറവിയായ ആലിം എന്നറിയപ്പെടുന്ന ഷാഫിഈ മദ്ഹബുകാരനും മുഹിബ്ബുൻ നബിയുമൊക്കെ ആയിരുന്ന മഹാനായ ഷെയ്ഖ് അൽ മർഹൂം മുത്തവല്ലി ഷഅറാവി യർഹമുഹുല്ലാ, അല്ലാഹുവിൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മുത്തവല്ലി ഷഅറാവി തങ്ങളുടെ മഹാനവറുകളുടെ വ്യാഖ്യാനവും മഹാനവറുകളുടെ സമർത്ഥനവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വാപ്പയെ സംബന്ധിച്ച് വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി ആസറ, ഇദ് ഖാല ലി അബീഹി ആസറ, തൻ്റെ പിതാവ് എന്നർത്ഥം വരുന്ന അബ് അതിനുശേഷം ആസർ എന്ന് പറഞ്ഞാൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വാപ്പയെ അല്ല അവിടെ ഉദ്ദേശിച്ചത് എന്ന് ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ട് മഹാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാം. അപ്പോൾ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യുഫസ്സിറുൽ ഖുർആനു അൽ ഖുർആൻ, ഖുർആനിനെ വ്യാഖ്യാനിക്കും, ഖുർആനിനെ ഹദീസ് വ്യാഖ്യാനിക്കും, ഹദീസിനെ ഖുർആൻ വ്യാഖ്യാനിക്കും, ഹദീസിനെ ഹദീസ് വ്യാഖ്യാനിക്കും. ഇതിൽ ഖുർആനിനെ ഹദീസ് വ്യാഖ്യാനിക്കും എന്ന വിഷയത്തിൽ പുതിയ ചിന്താഗതിക്കാരായ ആളുകൾ അഭിപ്രായ വ്യത്യാസം പറയുന്നവരാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, അത് സ്വഹീഹായ ഹദീസാണ്. അതിങ്ങനെയാണ്: അന ഖിയാറും മിൻ ഖിയാർ മാ സിൽതു അൻതഖിലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത്. ഇതൊരു സ്വഹീഹായ ഹദീസാണ്. അന ഖിയാറും മിൻ ഖിയാരിൻ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന ഖിയാറുൻ മിൻ ഖിയാർ, ഏറ്റവും ഖൈറായവർ. അന ഖിയാറും മിൻ ഖിയാരിൻ, ഞാൻ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ സിൽതു അൻതഖിലു മിൻ അസ്ലാബി ത്വാഹിരീൻ, ശുദ്ധിയുള്ള ആളുകളിലൂടെ ഞാൻ കടന്നു വരികയായിരുന്നു. ഇലാ അർഹാമി ത്വാഹിറാത്ത്, ശുദ്ധിയുള്ള പെണ്ണുങ്ങളുടെ ഗർഭാശയത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു പിതാവിൽ നിന്ന് അവരുടെ ആ ഉമ്മയിലേക്ക്, ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്ക് ആ കടന്നുവരൽ ത്വാഹിരീന വത്വാഹിറാത്ത്, ശുദ്ധിയുള്ളവരിൽ നിന്ന് ശുദ്ധിയുള്ളവരിലേക്കാണ്. നേരെ മറിച്ച് അവിശ്വാസികളെ സംബന്ധിച്ച് ത്വാഹിർ എന്ന് പറയൂല, മെറ്റഫോറിക്കലി. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്കീങ്ങളായ ആളുകൾ അവരുടെ വിശ്വാസം കൊണ്ട് അശുദ്ധമാണ്, ശരീരം കൊണ്ടെന്നല്ല, തൊട്ടാ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വിശ്വാസത്തിൽ അശുദ്ധിയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാർ മുവഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ തൗഹീദിൽ വിശ്വസിക്കുന്ന ആളുകളും അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവരുമാണെങ്കിലേ അവരെ പറ്റി ത്വാഹിർ, പെണ്ണാണെങ്കിൽ ത്വാഹിറത്ത് എന്ന് പറയാൻ പാടുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെയാണ് നബിതങ്ങളുടെ പരമ്പര വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ വല്ലിപ്പയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം.
ഇസ്മായിൽ നബിയുടെ ഉപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പരമ്പര, നബിതങ്ങളുടെ വംശപരമ്പര മുഅർരിഖീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇബ്നു അസാക്കിർ തങ്ങൾ പോലെയുള്ള ആളുകൾ, ഇബ്നു കസീർ തങ്ങൾ പോലെയുള്ള ആളുകൾ അവരൊക്കെ അത് വിവരിച്ചു വെച്ചിട്ടുണ്ട്. ഈ വംശപരമ്പര മുഴുവൻ ത്വാഹിരീങ്ങളാണ് എന്ന ഹദീസ് സ്വഹീഹാണ്. ആ ഹദീസിനെ തള്ളിക്കളയാൻ കഴിയില്ല. ആ ആശയത്തിന് വിരുദ്ധമായി ഖുർആനിലെ ആശയം ഉണ്ടാവുകയുമില്ല. കാരണം രണ്ടും വഹ്യാണ്. ഹദീസ് വഹ്യാണ്, ഖുർആൻ വഹ്യാണ്. ഖുർആൻ വാക്കുകളും ആശയവും അള്ളാഹുവിൻ്റേതാണ്, ഹദീസ് ആശയം അള്ളാഹുവിൻ്റേതാണ്, വാക്കാരുടേത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടും വഹ്യാണ്. അതുകൊണ്ട് രണ്ട് വഹ്യുകൾ കോൺട്രഡിക്ടറി മീനിങ്ങുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോഴാണ് ലി അബീഹി ആസറ എന്ന പ്രയോഗം വരുമ്പോൾ വാപ്പയാണോ ആസർ എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഖുർആൻ പഠിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ذَلِكُمَا مِمَّا عَلَّمَنِي رَبِّي إِنِّي تَرَكْتُ مِلَّةَ قَوْمٍ لَا يُؤْمِنُونَ بِاللَّهِ وَهُمْ بِالْآخِرَةِ هُمْ كَافِرُونَ وَاتَّبَعْتُ مِلَّةَ آبَائِي إِبْرَاهِيمَ وَإِسْحَاقَ وَيَعْقُوبَ. യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്, ജയിലിൽ വന്ന സന്ദർഭത്തിൽ ജയിലിൽ രണ്ടാളുകൾ സ്വപ്നം കണ്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു. യൂസുഫ് നബി ആ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു. ആ കൂട്ടത്തിൽ പറയാണ്, വത്തബഅതു, ഞാൻ പിന്തുടരുന്നു, മില്ലത ആബാഇ, എൻ്റെ ഉപ്പമാരുടെ പരമ്പര. അബിൻ്റെ പ്ലൂരലാണ് ആബാ. ലി അബീഹി എന്ന് പറഞ്ഞില്ലേ, ആ അബിൻ്റെ പ്ലൂരലാണ്, ബഹുവചനമാണ്, ജംആണ്, ഒന്നിലേറെ എന്ന പ്രയോഗമാണ് ആബാ. വത്തബഅതു മില്ലത ആബാഇ, എൻ്റെ ഉപ്പമാരുടെ പരമ്പര ഞാൻ പിന്തുടരുന്നു. ഇബ്രാഹീം നബി അലൈഹിസ്സലാം, വ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, വ യാക്കൂബ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിൻ്റെ വാപ്പ ആരാണ്? യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിൻ്റെ ഉപ്പ ആരാണ്? ഇസ്ഹാഖ് നബി. അവരുടെ ഉപ്പ ആരാണ്? ഇബ്രാഹിം നബി. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. അത് ഹദീസാണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അദി ഇബ്നുൽ ഹാത്തിം എന്നവർ ഹിർർ ഇബ്നു ഖൈസ് എന്നവരെ കൊണ്ടുവന്ന ഒരു കഥയുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉയൈനത്ത് ഇബ്നു ഹിസൻ, ഹിർർ ഇബ്നു ഖൈസ് എന്നവർ ഉമർ തങ്ങളുടെ വളരെ അടുത്ത സ്വഹാബിയാണ്. അവരുടെ ഒരു ബന്ധുവാണ് ഉയൈനത്ത് ഇബ്നു ഹിസൻ എന്നവർ. അപ്പോൾ ഉയൈനത്ത് ഇബ്നു ഹിസൻ എന്നവർ റജുലുൻ ഫീഹി ഹിദ്ദ, കുറച്ച് ദേഷ്യം കൂടുതലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം, ഖലീഫയല്ലേ എന്ന് വിചാരിച്ച് ഹിർർ ഇബ്നു ഖൈസ് എന്നവരോട് ഉയൈനത്ത് ഇബ്നു ഹിസൻ എന്നവർ പറഞ്ഞു, എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്തു തരൂ, എനിക്ക് ഉമർ എന്നവരൊന്ന് കാണാനാണ്. അങ്ങനെ പറഞ്ഞെടുത്ത് ഉമർ എന്നവരെ, ഇതാ ഉയൈന വന്നിട്ടുണ്ട്, നിങ്ങളെ കാണാൻ ഒരവസരം കൊടുക്കുമോ, വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വാതിൽക്കൽ മുട്ടി. ഉമർ തങ്ങൾ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഫസാരി കുടുംബക്കാരനാണ്. അപ്പോൾ അവരൊക്കെ വലിയ VIP-കളാണെന്ന് അവരങ്ങനെ വിചാരിക്കുന്നവരാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, മൻ ബിൽ ബാബ്, ആരാ വന്നത്, ഹു ഈസ് അറ്റ് ദ ഡോർ? പറഞ്ഞു, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, ഞാൻ മാന്യനാണ്, മാന്യൻ്റെ മകനാണ്, എൻ്റെ വല്യാപ്പി മാന്യനാണെന്ന് പറഞ്ഞു. നമ്മുടെ ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ മോനാണ് നിയാസ് അലി ശിഹാബ് തങ്ങളാണ്. അവർ ഹാഫിളാണ്. അപ്പോൾ മാഷാ അല്ലാഹ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ബർക്കത്തിന് വേണ്ടി തങ്ങൾ കുറച്ച് ഓതിക്കോട്ടെ നമുക്ക്, ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى
له ما في السماوات وما في الأرض وما بينهما وما تحت الثرى صدق الله العظيم. السلام عليكم. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ഇയാൾ വന്നപ്പോഴേ ഉമർ തങ്ങൾ ദേഷ്യപ്പെട്ടു. ഇയാളൊരു കവിയാണ്. ഉയയ്ത്ത് ബിൻ ഹിസ്ൻ അൽ ഫസാരി റളിയല്ലാഹു അൻഹു കവിയാണ്. കവി എന്ന് മാത്രമല്ല ഇച്ചിരി ബോസ്റ്റ് ചെയ്യുന്ന സ്വഭാവക്കാരനാണ്. ഉമർ തങ്ങൾ വടിയെടുത്ത് വന്നിട്ട് ആരാണ് കരീം? അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, അൻതൽ ഖസീസ് ഇബ്നുൽ ഖസീസ് ഇബ്നുൽ ഖസീസ്, നീ നിന്ദനാണ്, നിൻ്റെ വാപ്പയും നിൻ്റെ വല്യാപ്പയും എന്ന് പറഞ്ഞു. നിനക്കറിയോ ആരാണ് കരീം? അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അത് ഹദീസാണ്. ആ ഹദീസ് ഉമർ തങ്ങൾ അയാൾക്ക് ഓതി കൊടുത്തു. പിന്നെ ആ സംഭവം അത് വേറൊരു ചരിത്രമാണ്. പിന്നെ അദ്ദേഹം വന്നിട്ട് ഉമർ തങ്ങൾ, യാ ഉമർ ഇന്നക ലാ തഹ്കുമു ബിൽ അദ്ലി വലാ തുഖ്സിമു ബിസ്സവിയ്യ, ഉമറെ നിങ്ങളുടെ ഭരണം തീരെ നീതിയില്ല കേട്ടോ, പിന്നെ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ പലർക്കും പല കോലത്തിലാണ്. അപ്പോഴേക്കും ഉമർ തങ്ങൾ കയറി ദേഷ്യം വന്നു. കാരണം നീതിയെ കണിശമായി പാലിക്കുന്ന ആളോടെ. അപ്പോൾ ഹർർ ഇബ്നു ഖൈസ് എന്നവർ പറഞ്ഞു, ഉമർ എന്നവരെ ഒന്നും ചെയ്യല്ലേ, നമ്മളൊരു അകന്ന ബന്ധുവാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വൽ ഖാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹ് അങ്ങനെ പറഞ്ഞല്ലോ, ദേഷ്യം കടിച്ചമർത്തണം, മാപ്പ് ചെയ്തു കൊടുക്കണം. അഫൗത്തു, മാപ്പ് ചെയ്തു കൊടുത്തു. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ റാഹീൽ എന്നവരാണ്. റാഹീൽ എന്നാണ് ഉമ്മയുടെ പേര്, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ, യാക്കൂബ് നബിൻ്റെ ഭാര്യ. ഈ റാഹീലാണ് ഇംഗ്ലീഷിൽ റൈച്ചൽ എന്ന് പറയുന്നത്. റൈച്ചൽ ഇംഗ്ലീഷ് കുട്ടികൾക്കൊക്കെ പേര് കാണും, റൈച്ചൽ. റാഹീലാണ്, അത് യൂസുഫ് നബിയുടെ ഉമ്മയുടെ പേരാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ ജ്യേഷ്ഠന്മാരായ 10 മക്കൾ ഒരു ഭാര്യയിലും യൂസുഫ് നബിയും ബിന്യാമീൻ എന്ന് പറയുന്ന സഹോദരനും റാഹീൽ എന്ന ഉമ്മയിൽ നിന്നാണ്. ഇരിക്കട്ടെ. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു, വത്തബഅ്തു മില്ലത ആബാഇ, ഞാൻ എൻ്റെ ഉപ്പമാരുടെ പരമ്പരയാണ് പിന്തുടരുന്നത്. വല്ലിപ്പാനെ പറയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ വല്ലിപ്പയാണ്, ഗ്രാൻഡ് ഫാദറാണ്. പിന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇതിൽ പിതാവ് എന്ന് പറയേണ്ടത് യാക്കൂബ് നബി അലൈഹിസ്സലാം മാത്രമാണ്. ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ജദ്ദാണ്, വല്ലിപ്പയാണ്. വല്ലിപ്പ എന്ന അർത്ഥത്തിൽ ഇവിടെ എന്തുപയോഗിച്ചു? ആബാ എന്ന് അല്ലാഹു തആല തന്നെ പ്രയോഗിച്ചു. വല്ലിപ്പാക്കും അബ് എന്ന് ഖുർആനിൽ പ്രയോഗമുണ്ട്, അറബിയിൽ പ്രയോഗിക്കാറുണ്ട്. അതും കഴിഞ്ഞ് أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മരണം ആസന്നമായ നേരത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് ചോദിച്ചു, മാ തഅ്ബുദൂന മിൻ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കാൻ പോകുന്നത്? മരണത്തിൻ്റെ നേരത്തുള്ള വസിയത്താണത്. പാപ്പ ചോദിക്കുകയാണ്, മക്കളെ നിസ്കാരം ഒഴിവാക്കരുതിട്ടോ എന്ന് പറയുന്ന പോലെ. മാ തഅ്ബുദൂന മിൻ ബഅദി, കാരണം കൻആനികൾ താമസിക്കുന്നിടത്താണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ നാട് ഖൽദാനികളുടെ നാടായിരുന്നു. അതാണ് ബാബിലോണിയ, ബിലാദുൽ ഖൽദാനിയീൻ. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിലാദുൽ കൻആനിയീനിലേക്ക് വരികയാണ്. അവിടെയാണ് ഹറാൻ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തുള്ള പ്രദേശം. അവിടെ ബിംബാരാധകരാണ്. 7 വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും വാപ്പയുടെ മരണശേഷം ഒരു ഡീവിയേഷൻ അങ്ങനെ ഉണ്ടല്ലോ. നല്ല സ്വാലിഹായ വാപ്പയാണ്. വാപ്പുള്ള സമയത്ത് വീട്ടിൽ TV പറ്റൂല, അത് പറ്റൂല, ഇത് പറ്റൂല, വാപ്പാക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ്. വാപ്പ മരിച്ചു പോയാൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ തലതിരിഞ്ഞു പോയാലോ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പോൾ പിതാവ് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവർ കൺസേൺ, നമ്മുടെ പ്രയാസം ആവേണ്ടത് അവരുടെ മരണശേഷം ഇവരെങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ചാണ്. പൈസയെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ ബിസിനസ് ആര് നടത്തും അതൊക്കെ ഒരു ഓക്കെ, പാർട്ട് ഓഫ് ഡിസ്കഷൻ. എന്നാലും മാ തഅ്ബുദൂന മിൻ ബഅദി, നിങ്ങൾ എന്താണ് എൻ്റെ കാലശേഷം
ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സൂറത്തുൽ ബഖറയിലാണ് ഈ ആയത്ത്. ഖാലൂ, ആര് പറയുന്നു? യാക്കൂബ് നബിയുടെ മക്കൾ പറയുന്നു, നഅ്ബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ്. യാക്കൂബ് നബിയെ, ഉപ്പ, നിങ്ങളുടെ ആരാധ്യനായ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വഇലാഹ ആബാഇക, നിങ്ങളുടെ വാപ്പമാരുടെ ആരാധ്യനായ അല്ലാഹുവിനെ. നിങ്ങളുടെ ഉപ്പമാരാരാണ്? ഇബ്രാഹീം, ഇബ്രാഹിം അലൈഹിസ്സലാം, വ ഇസ്മാഈൽ, ഇസ്മാഈൽ അലൈഹിസ്സലാം, വ ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇതിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം വാപ്പയാണ്, അവരുടെ വല്ലിപ്പയാണ്. ശരി, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആരാണ്? അവരുടെ പിതാവിൻ്റെ സഹോദരനാണ്, മൂത്താപ്പയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മൂത്താപ്പയാണ്. അപ്പം അമ്മിനെ സംബന്ധിച്ചും ഖുർആനിൽ ആബാ, അബ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ അന ഖിയാറും മിൻ ഖിയാരിൻ മാസിൽതു അൻതഖിലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശപരമ്പര ശുദ്ധമാണ്. അതുകൊണ്ടാണ് ആമിന ബീവിയുടെ വിഷയത്തിലൊക്കെ അവർ ഈമാൻ കിട്ടിയിട്ടില്ല എന്നൊരിക്കലും വിശ്വസിക്കാനോ പറയാനോ പാടില്ലാത്തതാണ്. അബ്ദുള്ള എന്ന നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉപ്പ റളിയല്ലാഹു അൻഹു, അവരെ സംബന്ധിച്ച് പോലും ഒരിക്കലും പറയാൻ പാടില്ലാത്ത വിഷയമാണ്. ഇതൊന്നും ആലോചിക്കാതെ ആൾക്കാർ അങ്ങനെ പറയാം. എന്തൊക്കെയോ ഹദീസുകൾ പലതുമുണ്ട്. ആ ഹദീസുകളൊക്കെ ഇമാം സുയൂത്തിയെ പോലെയുള്ള ആളുകളൊക്കെ വളരെ ഗഹനമായി ചർച്ച ചെയ്തു. അതൊന്നും നോക്കാണ്ട് കൂളായിട്ട് അടിച്ചുവിടുകയാണ്. അതിൻ്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കിയിട്ട് നബിയുടെ ഉപ്പ കാഫിറായിരുന്നു, ഉമ്മ കാഫിറത്തായിരുന്നു ഒക്കെ മഅദല്ലാഹ് പറയാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ ഹദീസുകൾക്ക് വിരുദ്ധമായിട്ട് വരും അത്. നബി തങ്ങൾ പറയാം, മാസിൽതു അൻതഖിലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത്. ത്വാഹിരീങ്ങളായ ശുദ്ധിയുള്ളവരുടെ മുതുകിൽ നിന്ന് ശുദ്ധിയുള്ളവരുടെ ഗർഭാശയത്തിലേക്ക് അള്ളാഹു എന്നെ തലമുറയായി കടത്തിക്കൊണ്ടുവരികയായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മമുണ്ടാവാൻ കാരണക്കാരായ ഉമ്മമാരും ഉപ്പമാരും മുവഹിദീങ്ങളായിരുന്നു എന്നാണ് ഇതിനർത്ഥം. ഈ ആശയത്തിന് വിരുദ്ധമായ ഒരാശയം ഖുർആനിൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏക ഒരു പ്രശ്നം വരുന്നത് ഇബ്രാഹിം നബിയുടെ വാപ്പയെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇത് ഖാലലി അബീഹി തൻ്റെ പിതാവിനോട് പറഞ്ഞു, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരിടത്ത് പറഞ്ഞു ഇത് ഖാലലി അബീഹി ആസറ, തൻ്റെ പിതാവ് ആസറിനോട്. അങ്ങനെ ഒരു വാപ്പയെ പറ്റി അറബിയിൽ പറയില്ല എന്നാണ്. വാപ്പയെ പറഞ്ഞിട്ട് വാപ്പാൻ്റെ പേര് പറയില്ല എന്നാണ്. വാപ്പ മഅറൂഫാണ്, വാപ്പ അറിയപ്പെട്ട ആളാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ആളിൻ്റെ വാപ്പയുടെ പേര് ഒരു മകൻ പറയാൻ, മകൻ തൻ്റെ വാപ്പയോട് പറഞ്ഞു, അത്ര പറഞ്ഞാൽ പോരെ? വാപ്പൻ തൻ്റെ വാപ്പ അഹമ്മദ് കുട്ടിയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വാപ്പയല്ല അവിടെ ഉദ്ദേശിച്ചത്, എളാപ്പയായിരിക്കും. കാരണം എളാപ്പയാണല്ലോ നോക്കി വളർത്തിയത്, വാപ്പ ചെറുപ്പത്തിലേ മരിച്ചതായിരുന്നില്ലേ. അങ്ങനെ എത്ര കുടുംബമുണ്ട് വാപ്പയെക്കാളും സ്ട്രോങ് ആയിട്ട് എളാപ്പാനും മൂത്താപ്പാനും പേടിക്കുന്നവർ. അവരെ വാപ്പാന്നാ വിളിക്കുക, അല്ലെങ്കിൽ അവരെ ഉപ്പാന്നാ വിളിക്കുക. അവരൊരു പക്ഷേ ഉപ്പയല്ല, അവരുടെ ഫിസിക്കൽ ഫാദർ അല്ല. ആ ഒരു പ്രയോഗം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിഷയത്തിലുണ്ട്. ഇബ്രാഹിം നബിയുടെ ഉപ്പ എന്നത് താറഖ് എന്നു പേരുള്ള സ്വാലിഹായ മനുഷ്യനാണ്. ആരല്ല? ആസറല്ല. ആസർ എന്നത് ഈ പിതാവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. പക്ഷെ അദ്ദേഹം അവിടുത്തെ നാട്ടുപ്രമാണിയാണ്, അവിടുത്തെ പൂജാരിയാണ്, അവിടുത്തെ ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ്സുകാരനുമാണ്. അപ്പോൾ അദ്ദേഹത്തിനായിരുന്നു ഡോമിനേഷൻ, അവിടുത്തെ കൈകാര്യകർത്തൃത്വം ആസറിനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കൺട്രോളും ഈ ആസറിൻ്റെ കയ്യിലാണ്, കുടുംബത്തിൻ്റെ മൊത്തം കൺട്രോൾ. അതുകൊണ്ടാണ് പിതാവ് എന്ന് പറഞ്ഞതിൻ്റെ ആ വാക്കിന് ശേഷം ഒരു പേരവിടെ വന്നത്. അത് സ്വന്തം പിതാവിനെ പറ്റി അറബിയിൽ പ്രയോഗിക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു വരും ചിലപ്പോൾ. പക്ഷേ അറബ് ഭാഷ അറിയൽ ഖുർആനിക പഠനത്തിന് അനിവാര്യമാണെന്ന് പറയാൻ കാരണം അറബ് ഭാഷയിൽ പിതാവ് എന്ന് പറഞ്ഞിട്ട് വാപ്പയുടെ പേര് പറയാൻ പാടില്ല എന്ന്, അതൊരു അനാദരവാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇത് എൻ്റെ അഭിപ്രായമല്ല. ഇനി അങ്ങനെ ഇതിനൊരു കോൺട്രഡിക്ഷൻ വരുന്നെങ്കിൽ അത് മഹാനായ മുത്തവല്ലി ഷഅറാവിയുടെ ഖവാത്തിർ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. മുത്തവല്ലി ഷഅറാവി ചില്ലറക്കാരനല്ല. സൗദി അറേബ്യയിലെ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികളിൽ ജാമിഅകളിൽ ഒരുപാട് കാലം മാസ്റ്റേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്ത വലിയ ഷെയ്ഖാൻ. ഷെയ്ഖുൽ അസ്ഹർ എന്നൊക്കെ പറയുന്നത് വലിയ സ്ഥാനമാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാനമന്ത്രി പദവിയോട് സമാനമായ ഒരു പദവിയാണ് ഷെയ്ഖുൽ അസ്ഹർ. പക്ഷേ ഷെയ്ഖുൽ അസ്ഹർ ആവാൻ യോഗ്യതയുണ്ടായിരുന്നു മുത്തവല്ലി ഷഅറാവി തങ്ങൾക്ക്. അദ്ദേഹം അസ്ഹരിയാണ്. അദ്ദേഹം അസ്ഹറിൻ്റെ ആ ഒരു തൊപ്പിയും ഒരു കെട്ടൊക്കെ ഉണ്ട്, ഒരു ചുവന്ന തൊപ്പിയും ചുറ്റുമുള്ള കെട്ടൊക്കെ ഉള്ള ഒരു കെട്ട്, അത് ധാരാളം അവരുടെ ക്ലാസ്സിൽ അതായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു, മുത്തവല്ലി ഷഅറാവിക്ക് ഷെയ്ഖുൽ അസ്ഹർ ആവാൻ ആഗ്രഹമുണ്ടോ എന്ന്. വെറുതെ മനുഷ്യന്മാർ പലതും പറയുമല്ലോ, ലക്കുലകാനൊന്നുമില്ലല്ലോ, വെറുതെ
ആരൊക്കെയോ പറഞ്ഞു ഉസ്താദിനെ അവിടെ നിന്ന് ജോലി ചെയ്ത് പിരിച്ചു വിട്ടിക്കണം, മുപ്പര് എന്തോ ആകെ കുഴങ്ങി അടക്കുക എന്നൊക്കെ ഭയങ്കര പ്രചരണം ഉണ്ടായിരുന്നല്ലോ നാട്ടിൽ. അങ്ങനെ ആയിക്കോട്ടെ, അതിനെന്താ, അൽഹംദുലില്ലാ. അങ്ങനെ ഒരു കൂട്ടർക്ക് സന്തോഷമുണ്ടെങ്കിൽ സന്തോഷിച്ചോട്ടെ, ഒരു സന്തോഷിക്കുക നമ്മൾ ആവശ്യം. അൽഹംദുലില്ലാ. മുത്തവല്ലി ഷാറാവി എന്ത് ചെയ്തു, ആ സംഭവം കേട്ട മുതൽ അദ്ദേഹം അസ്ഹറിൻ്റെ ഒരു കോട്ടുണ്ട്, ആ കോട്ട് ഒഴിവാക്കി അസ്ഹറിൻ്റെ തലപ്പാവും തൊപ്പിയും ഒഴിവാക്കി. എനിക്കങ്ങനെ ഒരു മോഹേ ഇല്ല എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനത്തെ ഒരു മഹാനായ മുത്തവല്ലി ഷാറാവി തങ്ങൾ എപ്പോഴും എല്ലാ ക്ലാസ് അവസാനിക്കുമ്പോഴും പറയും ഇലാ ലിഖാഇൻ ആഖിറ ഇൻഷാ അല്ലാഹ്. അങ്ങനെ വഖഫ്നാ ഫിൽ ലിഖാഇ സാബിഖ ഇൻദ ഖൗലിൽ ഹഖ് സുബ്ഹാന. അങ്ങനെ ഒരു പ്രഭാഷണം തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. വഖഫ്നാ ഫിൽ, നമ്മുടെ 1-2 അറബി റേഡിയോ ചാനലുകളിൽ അവരുടെ ക്ലാസ് വരാറുണ്ട്, രാവിലെ 8 മണിക്കൊക്കെ വരാറുണ്ട്. വഖഫ്നാ ഫിൽ ലിഖാഇ സാബിഖ ഇൻദ ഖൗലിൽ ഹഖ് സുബ്ഹാന. അള്ളാഹുവിൻ്റെ ഇന്ന ആയത്തുമെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിവെച്ചത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. എൻ്റെ തഫ്സീർ അങ്ങനെ പറഞ്ഞ് അവസാനം പറയും ഇലാ ലിഖാഇൻ ആഖിറ ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അല്ലാഹ്. വഫാത്തായ ക്ലാസ്സിൽ അതാ രസം, അവസാനം വരെ ക്ലാസ് എടുത്തു. ആ അവസാന ക്ലാസ്സിൽ ഈ വാക്ക് അവർ പറഞ്ഞിട്ടില്ല എന്നാണ്, ഇലാ ലിഖാഇൻ ആഖിറ എന്ന് പറയാതെ പോയത്, അങ്ങനെ മരണം സംഭവിച്ചത്. അങ്ങനത്തെ ഒരു വലിയൊരു അത്ഭുതമുള്ള ആലിമാണ്, ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതനാണ് മുത്തവല്ലി ഷാറാവി. അപ്പോൾ ഷാറാവിയുടെ ഖവാത്തിറുണ്ട്. ഞാൻ ഈ പറയുന്ന വിഷയം മൂലരുണ്ടാക്കി പറയാമെന്ന് പറഞ്ഞേക്കണ്ട. എന്താണ് അത് മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം പറയുന്നത്, നേരത്തെ പറഞ്ഞ നസബ സനദ് അവരുടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇബ്രാഹിം നബി ആരാണ് എന്ന് പറയുമ്പോൾ മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നതും അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പയുടെ പേര്, വാപ്പയുടെ വല്ലിപ്പയുടെ പേരൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അൽ ഫസ്ലുൽ അവൽ ഖിസ്സത്തു ഇബ്രാഹിമുൽ ഖലീൽ അലൈഹിസ്സലാം, മഹാനായ ഇബ്നു കസീർ തങ്ങളുടെ ഖിസസുൽ അംബിയ എന്ന് പറയുന്ന കിതാബുണ്ട്. ഇബ്നു കസീർ തങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ്. ചില ഇബ്നു കസീർ തങ്ങളുടെ വ്യാഖ്യാനങ്ങളും അവരുടെ ഗവേഷണങ്ങളും ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. ഈ തള്ളിക്കളയണമെന്ന് തോന്നുന്നവർക്ക് പോലും തള്ളിക്കളയാൻ പറ്റാത്ത ആളാണ് ഇബ്നു കസീർ തങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അതന്നെ പറയുന്നത്. വേറെ ആൾക്കാരുണ്ട്, അവർ ആൾക്കാരല്ലേ പറയും, അത് പറയാണ്ടിരിക്കാനാണ്. ഇബ്നു കസീർ തങ്ങൾ ആദ്യം ഹുവ ഇബ്രാഹിം ഇബ്നു താറഖ്, അത് താറഖിൻ്റെ മകൻ ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. അവിടെ പറഞ്ഞൂടെ ഇബ്രാഹിമിന് ആസർ എന്ന് പറയാം? അങ്ങനെയല്ല, ഇബ്രാഹിം ഇബ്നു താറഖ്. അപ്പോൾ ഖുർആനിൽ ഉണ്ടല്ലോ, അത് ഖുർആന് വിരുദ്ധമല്ല. എന്തുകൊണ്ട്? അബീഹി എന്ന് പറഞ്ഞ അബ് എന്ന പ്രയോഗം ഖുർആനിൽ എളാപ്പക്ക് മൂത്താപ്പക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വല്യാപ്പക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ താറഖ് എന്ന് പറയുന്ന ആൾ ഇബ്രാഹിം നബിയുടെ വാപ്പയല്ല, പിന്നെയോ ഇബ്രാഹിം നബിയുടെ മുത്താപ്പയാണ്. ഇബ്രാഹിം നബിയുടെ ഉപ്പയായിരുന്നത് താറഖ് എന്ന് പറയുന്ന നല്ല സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ആദം നബി അലൈഹിസ്സലാം വരെയുള്ള വംശപരമ്പര, അതിനർത്ഥം എന്താണെന്നറിയോ? ആമിന ബീവിയെക്കുറിച്ചും അബ്ദുള്ള തങ്ങളെക്കുറിച്ചും അബ്ദുൽ മുത്തലിബിനെ കുറിച്ചും അവിടെ ഒരു ചർച്ചയേ ഇല്ല എന്നാണ് അതിനർത്ഥം. വാക്കുകൾ പറയുന്നത് അബൂ ത്വാലിബൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാണ് ഞാൻ എന്ന് അബൂ ത്വാലിബിൻ്റെ വാക്ക് ഉദ്ധരിക്കാറുണ്ട് ചിലർ. അങ്ങനെയാണെങ്കിൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലാണ് പറയുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് മുശ്രിക്കായിരുന്നു, ഞാൻ അങ്ങനെ മുശ്രിക്കായി മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അബൂ ത്വാലിബ് പറഞ്ഞത് എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ നബി തങ്ങൾ അനൻ നബിയു ലാ കദിബ് അന ബിനു അബ്ദുൽ മുത്തലിബ്, ഹുനൈൻ യുദ്ധത്തിൽ 12,000-ലേറെ ആളുകൾ ഉണ്ടായിട്ട് 11,900-ഓളം ആളുകൾ ഓടി രക്ഷപ്പെടാൻ യുദ്ധക്കളത്ത് നിന്ന് ഓടിമറഞ്ഞ നേരത്തെ നബി തങ്ങളാണ് വാളും പിടിച്ച് മുന്നിട്ടിറങ്ങിയിട്ട് ധൈര്യത്തോടെ അനൻ നബിയു ലാ കദിബ്, ഞാൻ നബിയാണിത് നുണയല്ല, അന ബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. നബി തങ്ങൾ ഫഖ്ർ പറഞ്ഞു എന്നാ. നബി തങ്ങൾ അഭിമാനം പറയണമെങ്കിൽ അതൊരു കാഫിറിനെ പറഞ്ഞിട്ട് നബി തങ്ങൾ എന്ത് ചെയ്യൂല? അഭിമാനം പറയൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ പല കാര്യങ്ങളെയും കൂട്ടി വായിക്കുമ്പോഴാണ്, ഇപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ ഇതൊരു വിഷയമല്ലാത്തതിന്, ഇതൊരു മുഴുവനായിട്ടൊരു ചർച്ച ചെയ്യുന്ന വിഷയമല്ലാത്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ മറ്റു സംശയങ്ങളൊക്കെ അതിൻ്റെ അപ്പുറപ്പുറമൊക്കെ വന്നുപെട്ടേക്കാം. പക്ഷേ ഇതെല്ലാം അറിയുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നബി തങ്ങളുടെ വല്യാപ്പയെപ്പറ്റി വാപ്പയെപ്പറ്റി അവർ അവിശ്വാസികളായിരുന്നു എന്ന് പറഞ്ഞേക്കരുത്. ഇബ്രാഹിം നബിയുടെ വാപ്പ പോലും എന്തല്ല അവിശ്വാസിയായിരുന്നില്ല എന്ന താറഖാണ് ഉപ്പ. അപ്പോൾ നമുക്കൊരു പക്ഷേ ഇതൊന്നും ഒരു വാത് പറയുമ്പോൾ പറയാൻ പറ്റാത്ത വിഷയങ്ങൾ, അത് ഇരുന്ന് ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളിലെ ഈ വിഷയങ്ങൾ പറയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് ഖുർആനിന് വിരുദ്ധമല്ല. ഹദീസും ഖുർആനിൻ്റെയും ആശയങ്ങൾ ഒരിക്കലും കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല. ഇബ്രാഹിം നബിയുടെ വാപ്പയാണ് ആസർ എന്ന പിതാവ്, ഫിസിക്കൽ ഫാദർ, പറ്റേണൽ ഫാദർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജന്മം കൊള്ളാൻ കാരണക്കാരനായ പിതാവ് എന്ന അർത്ഥത്തിലാണ് ആ അബ് എന്ന പ്രയോഗമെങ്കിൽ
നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിനെതിരാണ്, അന ഖിയാറും മിൻ ഖിയാരിൻ, അപ്പോൾ ഈ ഹദീസ് തള്ളിക്കളയേണ്ടി വരും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. രണ്ടും വഹയാണ്. ഒന്ന് മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യൂ, ഒന്ന് മറ്റൊന്നിനെ അബ്രോഗേറ്റ് ചെയ്യാൻ പാടില്ല. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. بسم الله الرحمن الرحيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا. പരിശുദ്ധ നബിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലാഹുവിൻ്റെ കിതാബിലൂടെ, ഖുർആനിലൂടെ. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുദ്ദീഖായിരുന്നു, അല്ലാഹുവിൻ്റെ നബിയുമായിരുന്നു. സ്വാദിഖ് എന്ന് പറഞ്ഞതിൻ്റെ സൂപ്പർലെറ്റീവ് ഫോം വേണമെങ്കിൽ അങ്ങനെ പറയാം, സുദ്ദീഖ്. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ എന്നാണ്. സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത അങ്ങോട്ട് കൂടിയിട്ട് സത്യസന്ധൻ ആരാണെന്ന് ഇയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും, ആ മനസ്സിലായ വിഷയം അങ്ങനെ അംഗീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ കള്ളന്മാർക്ക് കള്ളന്മാരെ തീരുള്ളൂ എന്ന് പറയാറുണ്ട്. സത്യസന്ധരായ ആളുകൾക്ക് സത്യസന്ധന്മാരെ പെട്ടെന്ന് മനസ്സിലാവും. ത്വാഅത്തിൻ്റെ അഹ്ലുകാർക്ക് ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു എന്ന് പറയാറുണ്ട്. ഒരു വലിയനൊരു വലിയനല്ലാതെ അറിയില്ല. ഒരു വലിയ ആരാണെന്ന് അറിയണമെങ്കിൽ അയാൾക്കൊരു വിലായത്തിൻ്റെ പദവി വേണമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാദിഖ്, സത്യസന്ധനായിരുന്നു എന്ന് മാത്രമല്ല സുദ്ദീഖായിരുന്നു. സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സുദ്ദീഖ് എന്ന് പേര് വെക്കപ്പെടാൻ കാരണമായ സംഭവം ഇസ്രാ മിഅ്റാജാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുവരെ സുദ്ദീഖ് തങ്ങൾക്ക് സുദ്ദീഖ് എന്ന് പേരില്ല. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ അങ്ങനെ അറിയപ്പെടും റളിയല്ലാഹു അൻഹുമ. സുദ്ദീഖ് തങ്ങളുടെ വാപ്പ മുസ്ലിമാണ് കേട്ടോ, അവസാന കാലത്താണ് മുസ്ലിമായത് എന്ന് മാത്രം. എന്നാലും ഒരു റളിയല്ലാഹു അൻഹുമ എന്ന് പറയാം. സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ഇസ്രാ മിഅ്റാജിൻ്റെ കഥ കേട്ടപ്പോൾ ഇൻ കാന ഖാല ഫഖദ് സദഖ അങ്ങനെ പറഞ്ഞത്. ആളുകളൊക്കെ ചോദിച്ചു, രാവിലെ സുദ്ദീഖ് നീ അറിഞ്ഞോ? എന്തേ? നിൻ്റെ കൂട്ടുകാരന് ഇന്നലെ ബൈത്തുൽ മുഖദ്ദസും കഴിഞ്ഞ് 7 ആകാശവും കഴിഞ്ഞ് തിരിച്ചു വന്ന പോലെ ഇന്നലെ ഞങ്ങൾ മുമ്പേ പറയണില്ല എന്തോ ഭ്രാന്തുണ്ട് നിൻ്റെ കൂട്ടുകാരന്, നീ അന്നൊന്നും വിശ്വസിച്ചില്ല, ഇപ്പോൾ തിരിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് തങ്ങളെ നബി തങ്ങൾ കണ്ടിട്ടില്ല, രാവിലെ നേരം വെളുത്ത് കണ്ടിട്ടില്ല. നബി തങ്ങൾ ഇത് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് അബൂജഹൽ ടീമിനോടാണ്. അത് നബി തങ്ങളുടെ ധൈര്യം നോക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് കയ്യിൽ പേടിക്കേണ്ട കാര്യമുള്ള വിഷയം പറഞ്ഞ് ചിലർക്ക് മനസ്സിലാവില്ല, ചിലത് കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിലാവും. സുദ്ദീഖ് എന്നവർ ഒറ്റ കാര്യം, ഇൻ കാന ഖാല ഫഖദ് സദഖ, എൻ്റെ നബി അങ്ങനെ പറഞ്ഞോ, അവിടെ പോയി എന്നൊക്കെ പറഞ്ഞോ? ആ പറഞ്ഞു. ഫഖദ് സദഖ എന്നാ അത് സത്യമാണ്, ഇനി എനിക്ക് സംശയമില്ല. ഫസുമ്മിയ സുദ്ദീഖ, ആ നേരം മുതലാണ് അബൂബക്കർ എന്നവർക്ക് സുദ്ദീഖ് എന്ന് പേര് വെക്കപ്പെടുന്നത് റളിയല്ലാഹു തആല. ആ വിഷയം സത്യസന്ധമായി ബോധിച്ചു, നബിയുടെ സത്യസന്ധത മനസ്സിലായി, ആ പറഞ്ഞ വിഷയം ഒരു സംശയമില്ലാതെ സ്വീകരിച്ചു. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് വ ഉമ്മുഹു സുദ്ദീഖ, മറിയം ബീവിയുടെ ഉമ്മയും സുദ്ദീഖത്തായിരുന്നു, സത്യസന്ധമായി വിഷയം അംഗീകരിക്കുന്ന ആളായിരുന്നു. അതായത് മറിയം ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിഞ്ഞിട്ടില്ല, വേറെ ഒരു മെയിൽ ഇൻ്റർവെൻഷൻ ഇല്ല. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിക്ക് കുഞ്ഞിനെ കൊടുക്കുന്നു എന്ന് പറയുന്നത്, അല്ലേ? ആര്? ഈസ നബി അലൈഹിസ്സലാം. ആ വിഷയം മറിയം ബീവി അംഗീകരിക്കുകയാണ്, അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അത് ബോധിച്ചു. ഒരു സ്വാഭാവികമായ എക്സ്ക്ലമേഷൻ, ഒരു അത്ഭുത പ്രകടനമുണ്ടായി. എനിക്കോ ഉണ്ടല്ലോ, ചിലർക്ക് പ്രൈസ് അടിച്ചാൽ തോൽക്കുന്ന ഉറപ്പിച്ചു വെച്ച ആൾ ജയിച്ചു എന്ന് പറയുമ്പോൾ ആൾക്കും ഈ ഇങ്ങനെ അത്ഭുതമുണ്ട്, ഞാൻ ജയിച്ചു ഉറപ്പന്നെയാണോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ തോൽക്കുമെന്ന് വിചാരിച്ച് ചെന്നിട്ട് ജയിച്ചു എന്ന് പറയണം, അപ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും, അല്ലേ? തന്നെ ജയിച്ചോ? എല്ലാ വിഷയത്തിലും തോറ്റപ്പോഴാണ് വെണ്ടര വിറ്റ് പറഞ്ഞല്ലേ, എല്ലാവർക്കും അന്വേഷണം, അപ്പാക്കും ഉമ്മാക്കും പെങ്ങൾക്കൊക്കെ അല്ലേ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ, എല്ലാ പേപ്പറും പോയിന്നേ. സുബ്ഹാനല്ലാഹ്.
മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹു തആല കുഞ്ഞിനെ കൊടുക്കുന്നു പറഞ്ഞതിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ടല്ല, പക്ഷേ വലം യംസസ്നി ബഷർ, എന്നെ ഒരാൾ തൊട്ടില്ലല്ലോ, പിന്നെ എനിക്ക് കുഞ്ഞുണ്ടാവേ, എനിക്കൊരു കുഞ്ഞിനെ അള്ളാഹു തരികയോ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ഒരു അത്ഭുത പ്രകടനം മറിയം ബീവി നടത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. അത് സംശയത്തിൻ്റെ പേരിലല്ല, സ്വാഭാവികമായും നമ്മൾ ജയിച്ചു എന്ന് കേൾക്കുമ്പോൾ റബ്ബേ ഞാൻ വിചാരിച്ചില്ലല്ലോ, ആ ജയിച്ചു കേട്ടോ, ഞാൻ എന്നിട്ടും ജയിച്ചോ, അങ്ങനെയല്ലേ സംശയം ഉണ്ടാവും. മറിയം ബീവി റളിയല്ലാഹു അൻഹ സുദ്ദീഖത്താൻ വ ഉമ്മുഹു സുദ്ദീഖ. മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ന ഈസ നബിയുടെ ഉമ്മ സുദ്ദീഖത്താൻ. ആ മറിയം ബീവിയുടെ ചരിത്രം കഴിഞ്ഞിട്ടാണ് സുദ്ദീഖായ ഒരു നബിയെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. സത്യസന്ധത ഉള്ളത് മാത്രമല്ല, സത്യസന്ധമായ വിഷയങ്ങളെ പെട്ടെന്ന് അംഗീകരിക്കുന്ന ആളുകൾ, അവർക്കാണ് സുദ്ദീഖ് അല്ലെങ്കിൽ സുദ്ദീഖത്ത് എന്ന് പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് സുദ്ദീഖ എന്ന് പറയാം. സുദ്ദീഖ ബിൻതു സുദ്ദീഖ്, സുദ്ദീഖിൻ്റെ മകൾ സുദ്ദീഖ, അങ്ങനെ പറഞ്ഞാൽ അത് ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ, അതാണ് ഇതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ സുദ്ദീഖത്തായിരുന്നു. എന്തുകൊണ്ട്? فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. എല്ലാ ചെറിയ മക്കളെയും കൊണ്ടുപോയി കൊന്നുകളയുന്ന ഫറോവയുടെ മുമ്പിൽ മൂസ നബി അലൈഹിസ്സലാം ജനിച്ചു. അത് മക്കളെ കൊല്ലുന്ന വർഷമായിരുന്നു അല്ലേ? ആ സമയത്ത് ഈ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നറിയാതെ ആ ഉമ്മ വിഷമിച്ചിരിക്കുമ്പോഴാണ് വഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മാക്ക് നാം വഹയ് കൊടുത്തു. എന്ത്? അൻ അർദിഇഹി, മൂസ നബിക്ക് പാല് കൊടുത്തോളൂ. ഫഇദാ ഖിഫ്തി അലൈഹി, കുഞ്ഞിന് പാലെടുക്കാനൊന്നും കഴിയില്ലേ, ഇവർ കള്ളന്മാർ പിടിച്ചു കൊണ്ടുപോകുമോ പോലീസുകാർ എന്ന് പേടിയുണ്ടെങ്കിൽ ഫഅൽഖീഹി ഫിൽ യം, ആ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നൈൽ നദിയിലൊരു പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കിയേക്കണം. ഇന്നാ റാദ്ദൂഹു ഇലൈക്കി, ആ കുഞ്ഞിനെ നിങ്ങളിലേക്ക് ഞാൻ തിരിച്ചു തരും. വജാഇലൂഹു മിനൽ മുർസലീൻ, അതൊരു റസൂലാവാൻ പോകുന്ന കുട്ടിയാണ്. നോക്കണം, ഫറോവയുടെ പോലീസുകാർ വന്ന് പിടിച്ചു കൊണ്ടുപോകുമോ എന്ന പേടിയാണ്. അവരൊരു പക്ഷെ വന്നില്ല എന്ന് വരാം, അവർ വരുന്ന സമയത്ത് കുട്ടി ഉറങ്ങിയായിരുന്നു, ഒച്ചപ്പാടൊന്നും കേൾക്കാതെ അവർ പോയി എന്ന് വരാം. നേരെ മറിച്ചൊരു വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവിടെ മരണം ഹത്മാണ്, ഉറപ്പായിട്ടും മരിക്കുന്നില്ല. എന്തായാലും അവിടെ വല്ല ബോട്ടോ തോണിയോ വന്നിട്ട് ഇടിച്ചിട്ടെങ്കിലും ആ ഇത് മറിഞ്ഞിട്ടെങ്കിലും കുട്ടിയുടെ മരണം സുനിശ്ചിതമാണ്. വെള്ളത്തിലൊഴുക്കി വിട്ടാൽ, വീട്ടിൽ തന്നെ വെച്ചാൽ മരിക്കുന്ന ഉറപ്പൊന്നുമില്ലല്ലോ, അവർ കണ്ടുപിടുത്തിയാൽ ഒരു കൊണ്ടേ കൊന്നേക്കാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആ ഉമ്മ ഈ കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കി എന്നതാണ് അത്ഭുതം. അവിടെയാണ് മൂസ നബിയുടെ ഉമ്മ സുദ്ദീഖത്താകുന്നത്. അള്ളാഹു കൊടുക്കുന്ന ആ വഹീനെ അങ്ങനെ സ്വീകരിച്ചു. നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ചു തരും. പിന്നെ സംശയിച്ചില്ല. അതൊരു സ്വപ്നത്തിൽ കൊടുത്ത വഹയാണ്. സ്വപ്നദർശനങ്ങളുണ്ടാവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സ്വപ്നദർശനമാണത്. ആ സ്വപ്നദർശനം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ സ്വീകരിച്ചു. അവർ സുദ്ദീഖത്തായിരുന്നു. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയാണ്? കാന സുദ്ദീഖൻ നബിയ, അവസാനം കിട്ടിയ ഒരു മോനെ അറുക്കണമെന്ന് അല്ലാഹു തആല പറയുമ്പോൾ അത് സ്വപ്നം, അത് വെറുതെ പാഴ്ക്കിനാവായിരിക്കാം എന്ന് മനസ്സ് പറയും, ശരീരം പറയും. വളരെ ആഗ്രഹിച്ച് കാലങ്ങളോളം ദുആ ചെയ്ത് കിട്ടിയ ഒരു മോനെ കൊല്ലണമെന്ന് പറയേ, അത് വഹി ആവൂലല്ലോ, അല്ലാഹു അങ്ങനെ പറയോ എന്നൊക്കെ സംശയം. പക്ഷേ റുഅയൽ അംബിയാഇ വഹയുൻ, അംബിയാക്കന്മാർക്കുണ്ടാകുന്ന സ്വപ്നം വഹിയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ അംഗീകരിച്ചു, മകനിൽ അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഫദൈനാഹു ബിദിബ്ഹിൻ അദീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം ഒരു ആടിൻകുട്ടിയെ കൊടുത്തു. ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം ഒരുപാട് തസ്ദീഖിൻ്റേതാണ്, അള്ളാഹുവിനെ ശരിവെക്കുകയാണ്. നമ്മുടെ ഉംറ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ്, ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, സംസം ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്, മഖാം ഇബ്രാഹിം അതാണ്, സഫയും മർവയും അതാണ്, അറഫയും മുസ്ദലിഫയും മിനയും ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്, കഅബ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ്. അത്രയും നമ്മുമായി ബന്ധപ്പെട്ട നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ഖുർആൻ വ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സമുദായമായിരുന്നു,
ഒരാളല്ല. കാരണം ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സമുദായം ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നത് ആര് ചെയ്തിട്ടുണ്ട്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹി വാസ് എ നേഷൻ. ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു, ഒരു സമുദായമാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഉമ്മത്തായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. 4 തവണയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാ അബതി യാ അബതി യാ അബതി യാ അബതി. അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നാണ്. അബി എൻ്റെ പിതാവേ, എൻ്റെ ഉപ്പ എന്നാണ് ആ പ്രയോഗം. അബി. ത എന്ന് പറയുന്നത് അബത്തി, അത് അറബിയുടെ ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. ത എന്ന് പറയുന്ന സാധാരണ പെണ്ണുങ്ങൾക്ക് വരിക അല്ലേ? താന്ന് ചേർത്ത് വരുന്നത് കാത്തിബത്ത് എഴുത്തുകാരി, ഷാഇറത്ത് കവയത്രി, ത എന്ന് വരുന്നത്. യാ അബത്തി എന്ന് പറഞ്ഞാൽ പിതാവ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, പിതാവിൻ്റെയും മാതാവിൻ്റെയും ഹനാൻ, ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം കൊടുക്കുന്ന ഒരാൾ, ആ ആൾക്ക് അബത്തി, ഉപ്പ, നിങ്ങൾ എൻ്റെ ഉമ്മയുടെ സ്ഥാനത്തും നിങ്ങളാണ്, വാപ്പയുടെ സ്ഥാനത്തും നിങ്ങളാണ്. ആ അർത്ഥത്തിനാണ് ആ ത അവിടെ വരുന്നത്. ഇത് അറബ് ഭാഷയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. യാ അബത്തി, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം ഒരുമിച്ച് കൊടുക്കുന്ന വാപ്പക്കാണ് അങ്ങനെ പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു പ്രബോധന ശൈലിയാണ് ഈ 4 യാ അബത്തികളിൽ അല്ലാഹു തആല പറയുന്നത്. യാ അബത്തി, അല്ലയോ പിതാവേ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക്, ഉപ്പ, നിങ്ങൾക്ക് ലഭിക്കാത്ത വിജ്ഞാനം എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ നേടിയിട്ടുണ്ട് എന്ന് പറയും. ഒരു പക്ഷേ വാപ്പാക്ക് അത് പിടിച്ചില്ല എന്ന് വരും. പക്ഷെ എനിക്ക് വന്നിട്ടുണ്ട്, അത് റബ്ബാനിയായ ഇടപെടലാണ്, അത് മേലെന്ന് വന്നതാണ്. ഞാൻ എൻ്റെ വകയായിട്ട് പടച്ചുണ്ടാക്കുകയല്ല, എനിക്ക് മേലെന്ന് വന്നതാണ്, അതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇതിനർത്ഥം. മാലം, എനിക്ക് വഹി വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷെ ഒരു പിതാവിനോട് പറയുമ്പോൾ പിതാവിന് സ്വാഭാവികമായി ഒരു തഅല്ലി എന്ന സ്വഭാവം ഉണ്ടാവും. ആർക്കാണ്? ഞാൻ വാപ്പയാണ് എന്ന നിലയിലൊരു മേൽക്കോയ്മ സ്വാഭാവികമായി ഒരു വാപ്പയുടെ അവകാശമാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ ഒരു വാപ്പാരും വിടൂല, അതിനെ മക്കൾ മറികടക്കുകയും ചെയ്യരുത്. അങ്ങനെയാണ് അത് പിതാക്കന്മാർക്ക് അംഗീകരിച്ചു കൊടുത്താൽ ഒരുവിധം കച്ചറകളൊക്കെ തീരും ചെയ്യും. നാട്ടിലൊക്കെ മക്കൾ വാപ്പയെപ്പോലും ഓവർടേക്ക് ചെയ്യുന്ന സ്വഭാവങ്ങളിലേക്ക് പോകുമ്പോഴാണ് പല വിഷയങ്ങളും സംഭവിക്കുക. പിതാവിൻ്റെ ആ ഒരു തഅല്ലിയെ, അവർ ആലിയാണ്, അവർ മീതയാണ് എന്ന ആ ഒരു സ്വഭാവത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത വമാലുക ലി അബീക, നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ വാപ്പാക്കുള്ളതാണ് എന്ന് നബി തങ്ങൾ പറയാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. തങ്ങളോട് വന്ന് പരാതി പറഞ്ഞിരുന്ന ഒരു വാപ്പ, ആ വാപ്പ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വല്ലാണ്ട് കരഞ്ഞിട്ടാണ് പറഞ്ഞത്, നബി, എൻ്റെ മകൻ എന്നോട് വല്ലാത്ത അക്രമം ചെയ്തു. എന്തേ ചെയ്തു എന്ന് ചോദിച്ചു. നബിയെ, ഞാൻ അവൻ്റെ മകൻ ചെന്ന് കംപ്ലയിൻ്റ് ചെയ്യുക. ആദ്യം നബി തങ്ങൾ, നബി, എൻ്റെ വാപ്പ എൻ്റെ സമ്മതമല്ലാതെ എൻ്റെ പേഴ്സിന്ന് പൈസ എടുക്കുന്നുണ്ട്. പേഴ്സ് എന്നല്ല, എൻ്റെ പൈസ വാപ്പ എടുക്കുന്നുണ്ട്, വാപ്പ എൻ്റെ പൈസ എടുക്കുന്നുണ്ട്. വാപ്പക്ക് കട്ടെടുക്കേണ്ട ഒരു ആവശ്യമില്ല, വാപ്പക്ക് മകനോട് ചോദിക്കാം, അല്ലെങ്കിൽ മകനോട് പൊരുത്തം വാങ്ങിക്കാം. അങ്ങനെയാണ്. അപ്പോഴാണ് നബി തങ്ങൾ വാപ്പയെ വിളിപ്പിച്ചു. വാപ്പ വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബിയോട് പറയാം, നബിയെ, വാപ്പ വരുന്നുണ്ട് കേട്ടോ. ആ വാപ്പ വരുമ്പോൾ വരുന്ന വഴിക്ക് എന്താണ് ആലോചിച്ചത് എന്ന് നിങ്ങൾ അയാളോടൊന്ന് ചോദിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വാപ്പ വന്നു, വളരെ വേദനയോടുകൂടെ വന്നു. ഒരു കേസിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ വാപ്പ പ്രതിയാണ്, ഇവിടെ മകനാണ് വാദി. അങ്ങനെ വാപ്പ വന്നു.
വാപ്പ വല്ലാണ്ട് സങ്കടപ്പെട്ട് നബി തങ്ങളോട് സ്വഹീഹായ സംഭവമാണ്. നബി തങ്ങളോട് വല്ലാതെ സങ്കടപ്പെട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ മകനിൽ നിന്ന് ഒരു നന്മയും എനിക്കിതുവരെ ഉണ്ടായില്ല, അവൻ എന്നെപ്പറ്റി പരാതിയും പറഞ്ഞല്ലേ അങ്ങയോട്. നബി തങ്ങൾ വിഷയമൊക്കെ കേട്ടു. തങ്ങൾ ചോദിച്ചു, നിങ്ങളീ വരുന്ന വഴിക്ക് ഇപ്പോൾ എന്താ ആലോചിച്ചത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കവിതയാണ് ചൊല്ലിയത്. ഒരു 6-7 വരികളുണ്ട്, എനിക്കത് ഓർമ്മ വരുന്നില്ല. അതിൻ്റെ അർത്ഥം വല്ലാത്ത രസമുള്ളൊരു കവിതയാണ്. അതായത്, മോനെ, ഞാൻ നിന്നെ പോറ്റി വളർത്തി, നിനക്ക് ഞാൻ എൻ്റെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തി നിനക്ക് വേണ്ടി, എന്നിട്ട് ഇതാണോ മോനെ നീ എനിക്ക് പകരം തന്നത്. നല്ല രസമുള്ള കവിതയാണ്. അങ്ങനെ പറഞ്ഞിട്ട്, മോനെ, ഒരു അയൽവാസിയോട് പോലും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, നിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു അയൽവാസിയുടെ സ്ഥാനെങ്കിലും എനിക്ക് തന്നൂടായിരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. നബി തങ്ങൾ പോലും കരഞ്ഞുപോയി. തങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ കോളറിന് ഇവിടെ പിടിച്ചു എന്നാണ്, ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തെ വസ്ത്രം പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അൻത വ മാലുക ലി അബീക, നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ വാപ്പാക്കുള്ളതാണ്. മനസ്സിലായോ എന്ന് ചോദിച്ചു. ആ നബിയെ മനസ്സിലായി, നീ കംപ്ലൈൻറ്റ് പറയാൻ വരരുത്, ഈ വാപ്പയെ നീ വേദനിപ്പിക്കുകയാണോ? നീ ഉണ്ടാവാൻ കാരണം നിൻ്റെ വാപ്പയല്ലേ, നീ ഉണ്ടായപ്പോഴല്ലേ നിനക്ക് സമ്പത്തുണ്ടായത്, അതുകൊണ്ട് നിൻ്റെ സമ്പത്തിൽ വാപ്പാക്ക് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വാപ്പയെ സ്വകാര്യമായിട്ട് നബി നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ആവശ്യത്തിന് മാത്രമുള്ള എടുക്കാൻ പാടുള്ളൂ കേട്ടോ, കുറേ എടുക്കരുത് എന്ന് പറഞ്ഞു. ആ മകൻ കേട്ടിട്ടില്ല, അതാണ് സംഭവം. സുബ്ഹാനല്ലാഹ്, അതാണ് നബി തങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പറഞ്ഞിട്ട് മക്കളെ ഒത്തൊന്നും അടിച്ചു മാറ്റാൻ നോക്കണ്ട. ഒരു പക്ഷേ അവരിപ്പോൾ ഈ ഹദീസൊന്നും കേട്ടിട്ടുണ്ടാവില്ല, പിന്നെ ആകെ പ്രശ്നമാവും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എന്ത് നിങ്ങൾക്ക് വേണം അതെടുക്കൽ നിങ്ങൾക്ക് ഹക്കാ, നിങ്ങൾക്ക് എന്തില്ല, അതിൽ കുറ്റം ഉണ്ടാവില്ല. അതിനപ്പുറം വാപ്പ ക്രെഡിറ്റ് കാർഡും പിടിച്ചിട്ട് അടിച്ചു മാറി ജീവിക്കേണ്ട നാട്ടിൽ മകൻ കൊടുത്തു പോകുന്നതാണ്. വാപ്പാക്കഞ്ഞ് ചോദിക്കാൻ പ്രയാസം വേണ്ട, ഇവിടെ ഇടുന്നത് കണക്കാണ്, അവിടെ ഫുൾ ടൈം വലി തന്നെയാണ് വലി. മകൻ ചെന്ന് നോക്കുമ്പോൾ 5 പൈസ അതിലില്ല. ഈ വക അടിച്ചു പൊളിച്ച് ജീവിക്കണ വാപ്പാരുണ്ട്. അങ്ങനെ ആയിപ്പോവരുത്. എന്ത് ചെയ്യുക, ആവശ്യത്തിന് നിങ്ങൾ എടുത്തോളൂ. പക്ഷെ മോനോട് പറഞ്ഞ വാക്കതല്ല, നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ വാപ്പാക്കുള്ളതാണ്. ആ വാപ്പയെപ്പറ്റി നീ പരാതി പറയാണോ എന്നാ ചോദിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാ അബത്തി, താറഖ് എന്ന സ്വന്തം പിതാവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഒന്നുമില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്. പക്ഷേ മുത്താപ്പയാണ് അവിടെ ഭരണം. മുത്താപ്പ ഇടപെടാതെ ഇവിടെ വിടൂല. അങ്ങനെയാണ്. ഞാൻ അറിയുന്ന 1-2 നമ്മളെ മുസ്ലിം ആയിരുന്ന സുഹൃത്തുക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവർക്ക് പ്രശ്നം അവരങ്ങനെ പറയാം, കൊച്ചാപ്പയാണ് അല്ലെങ്കിൽ അച്ചാച്ചനാണ് അല്ലെങ്കിൽ അവരാണ് പ്രശ്നം, ബാക്കി അച്ഛനൊന്നും പ്രശ്നമില്ല, അമ്മക്ക് പ്രശ്നമില്ല, പക്ഷേ അവരാണ് മുത്താപ്പയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഇച്ചിരി പ്രയാസമുണ്ട് എന്നറിയാറുണ്ട്. അള്ളാഹുവർക്കൊക്കെ മനസ്സമാധാനവും ഈമാൻ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില കുടുംബത്തിൽ അങ്ങനെയായിരിക്കും ഭരണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കേസ് അങ്ങനെയാണ്. ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക്, ഉപ്പാ നിങ്ങൾക്ക് വന്നിട്ടില്ലാത്ത വിജ്ഞാനം എനിക്ക് വന്നിട്ടുണ്ട്, ഫത്തബിഅനി, അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റിയേക്കണം. അഹ്ദിക സിറാത്തൻ സവിയ്യ, നേരായ മാർഗത്തിലേക്ക് ഉപ്പാ നിങ്ങൾക്ക് ഞാൻ മാർഗദർശനം നൽകാം, എൻ്റെ കൂടെ വന്നോളൂ, നിങ്ങൾ പഴക്കൂല. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെയാണ്. ദാവൂദ് നബി വഅതൈനാ സുലൈമാനൽ ഹിക്മ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഹിക്മത്ത് കൊടുത്തു. അല്ലേ, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഫഹംനാഹാ സുലൈമാൻ, വാപ്പയായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് മനസ്സിലാവാത്ത വിഷയം ഫഹംനാഹാ സുലൈമാൻ നബിക്ക് നാം മനസ്സിലാക്കി കൊടുത്തു. ഒരു പരാതിയുമായിട്ട് വന്നതാണ്. ഒരാളുടെ തോട്ടത്തിലേക്ക് മറ്റൊരാളിൻ്റെ ആട്ടിൻകൂട്ടങ്ങൾ വന്നിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുള്ള കാലം അവരാണ് നബി. ദാവൂദ് നബി അലൈഹിസ്സലാം ദ പ്രൊഫറ്റ് കിങ്, അവർ നബിയാണ്, അതേസമയം രാജാവുമാണ്. അപ്പോൾ അവരോട് ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം ആ വിഷയമൊക്കെ കേട്ടു. ഇയാളുടെ കൃഷിസ്ഥലം, ഇയാളുടെ ആടുകൾ, ഈ ആടുകൾ വന്ന് ഇവിടെ വന്ന് നശിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ആടുകൾ മുഴുവനും ഇനി ഇയാൾക്ക് കൊടുത്തേക്കണം. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമ വല്ലാതെ സന്തോഷിച്ചു. പക്ഷേ ഈ ആടിൻ്റെ ആൾക്കത് സന്തോഷമാവില്ലല്ലോ, കാരണം ആടുകൾ അവരങ്ങ് ബുദ്ധിയുള്ള ആളുകളല്ലല്ലോ, അവർ അപ്പോൾ വല്ലാത്ത വിഷമം. സുലൈമാൻ നബി അലൈഹിസ്സലാം വിഷയം ചോദിച്ചവർ ഇറങ്ങിപ്പോകുമ്പോൾ എന്താ വിഷയം, ഇങ്ങനെയാണ് വാപ്പ ഇങ്ങനെയാണ് വിധി പറഞ്ഞത്, വരി വാപ്പാൻ്റെ അടുത്ത് 2 പേരെയും കൊണ്ടുപോയി. ഉപ്പാ, എനിക്കിതൊരു വിധി തോന്നുന്നു, ഖുർആൻ പറഞ്ഞ സംഭവമാണത്, എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെ അതിന് വിധി പറയാൻ ആഗ്രഹിക്കുന്നു. ഉപ്പാ, മോൻ എന്താ പറയുന്നത്, ഈ തോട്ടം, ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഈ ആടുകളെ അയാൾ ഉപയോഗിക്കട്ടെ കുറച്ച് കാലത്തേക്ക്. എത്ര കാലം വരെ എന്നറിയോ? ഈ ആടിൻ്റെ ഉടമസ്ഥൻ ഇയാൾക്ക് ഈ തോട്ടം നന്നാക്കി കൊടുക്കുക, പഴയ പോലെ ആക്കി കൊടുക്കുക. ആ സമയം വരേക്കും ഈ ആടുകളുടെ പാല് മറ്റ് വിഷയങ്ങളൊക്കെ ആ നഷ്ടം സംഭവിച്ച ആൾ ഉപയോഗിച്ചോട്ടെ. എന്നിട്ട് തോട്ടം പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ ഈ ആടുകളെ ഇയാൾക്ക് തിരിച്ചു കൊടുക്കുക.
പ്രശ്നം തീർന്നല്ലോ. അത് നല്ല നല്ല തീരുമാനമാണ് മോനെ. അതുകൊണ്ടാണ് ഫഫഹംനഹ സുലൈമാൻ, ആ വിഷയത്തിൽ കൂടുതൽ അറിവും വിവരവും വിവേകവും നാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു. പക്ഷേ ദാവൂദ് നബി അലൈഹി ഇസ്ലാം വാപ്പ എന്ന നിലയിൽ ഇനി ഞാൻ പറഞ്ഞ വാക്ക് വാച്ചില്ല, അങ്ങനെ പറഞ്ഞില്ല എന്ന് തിരിച്ചു വിളിച്ചിട്ട് ഇതാണതിലെ വിധി എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അത് അംഗീകരിച്ചു കൊടുത്തു. മക്കളൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോഴേ നീ മകനല്ല, നിനക്ക് തീരെ ബുദ്ധിയില്ല എന്ന് അങ്ങനെയല്ല പറയേണ്ടത്. ചിലപ്പോൾ നല്ല ബുദ്ധിയുള്ള മക്കളുണ്ടാവും. അപ്പോൾ അവരുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം, താല്പര്യം കൊടുക്കണം, അവർക്ക് എൻകറേജ്മെൻറ്റ് വേണം. ഒരിക്കലും നമ്മൾ അടിച്ച് താഴ്ത്തരുത്, നിനക്കൊന്നും തിരിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയി പോകരുത്. ഇൻഷാ അല്ലാഹ് മക്കളുമായി മശ്വറ ചെയ്യണം. ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യ. പിന്നെ പറയാണ് യാ അബതി ലാ തഅബുദി ശൈത്വാൻ, പിതാവേ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. ഇപ്പം മൂർത്തികൾ ദൈവങ്ങളായി വെക്കുന്നവകളൊക്കെ പിശാചുക്കളുടെ നാമങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പോൾ പിശാചുക്കളുടെ പ്രതിബിംബങ്ങളായിട്ടാണ് ബിംബങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബിംബാരാധന സത്യത്തിൽ പിശാചിനെ ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് സൂര്യോദയം സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ വെറുതെയുള്ള സുന്നത്ത് നിസ്കാരം പാടില്ല എന്നാണ്. ഖളാ കൂട്ടാൻ പറ്റും, കാരണങ്ങളുള്ള നിസ്കാരം, മുന്തിയ കാരണങ്ങളുള്ളത്, ഒരു കാരണം ഉണ്ടായിട്ട് നിസ്കരിക്കുക. ഒളു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്, അത് എപ്പോഴും നിസ്കരിക്കുക. പള്ളിയിലേക്ക് കയറി ചെന്നു തഹിയ്യത്തുണ്ട്, എപ്പോഴും നിസ്കരിക്കുക. പക്ഷെ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നിയ 2 റക്അത്ത് നിസ്കരിച്ചാലോ. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യോദയം വരെ, സൂര്യൻ ഉദിച്ച് ഒരല്പം തെളിഞ്ഞുയർന്നവരെ നിസ്കാരം പാടില്ല. സൂര്യോദയം വരെ, സൂര്യൻ ഉദിക്കുന്നവരെ പിന്നെ ഇടക്ക് നിസ്കാരം പാടില്ല എന്നാണ് അല്ലേ. കറാഹത്തിൻ്റെ തഹരീമിൻ്റെ കറാഹത്തുള്ള സമയം എന്നൊക്കെ പറയും. മഗ്രിബ് കഴിഞ്ഞാൽ അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ സൂര്യ അസ്തമിക്കുന്നവരെ വെറുതെയുള്ള സുന്നത്ത് പാടില്ല. വെറുതെ ഞാൻ 2 റക്അത്ത് വെറുതെ നിസ്കരിച്ചേക്കാം, അത് പാടില്ല. നേരെ മറിച്ച് ഖളാ ഉണ്ട്, ഖളാ കൂട്ടാം, അതിനൊന്നും കുഴപ്പമില്ല. സൂര്യൻ നേരെ മധ്യത്തിലുള്ള സമയം, സവാലിൻ്റെ നേരെ, ദുഹർ ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഇത്തരം സമയങ്ങളൊക്കെ വിഷയം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് പിശാച് തനിക്ക് ആരാധന വേണം. സൂര്യ ആരാധകന്മാരുണ്ട്, അവർ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം ഫഇന്നഹു തത്ലഉ ബൈന ഖർനൈ ശൈത്വാൻ, പിശാചിൻ്റെ 2 കൊമ്പിനിടയിലൂടെയാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം എന്താ വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ ആരാധകരായ ആളുകൾ സൂര്യനെ ആരാധന ചെയ്യുമ്പോൾ അതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിശാച് അവിടെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യാരാധകരൊക്കെ പിശാചിനെയാണ് ആരാധിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ പിശാചിന് ശ്രമമുണ്ട്. അപ്പോൾ അള്ളാഹുവേതര വിഷയങ്ങൾക്ക് ആരാധന പാടുള്ളതുമല്ലല്ലോ. അതുകൊണ്ട് ആ നേരം നമുക്ക് ഇബാദത്ത് വേണ്ട എന്ന് ആണ് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഹിക്മത്ത്. അതാണ് സവാലാവട്ടെ സൂര്യാസ്തമയ നേരത്തും അങ്ങനെ തന്നെയാണ്. അസ്തമയ പൂജകളും അസ്തമയ ആരാധനകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മുടെ നിസ്കാരം. അതുകൊണ്ടാണ് അസ്ര നിസ്കാരം സൂര്യൻ മഞ്ഞ നിറമാകുന്ന, ആകാശത്ത് മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുന്ന ആ നേരത്തേക്ക് അസ്ര നിസ്കാരത്തെ അകാരണമായി പിന്തിക്കാനും പാടില്ല എന്നൊക്കെ പറയാൻ കാരണം കറാഹത്തിൻ്റെ സമയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പിശാചിനെ ആരാധിക്കരുത്. യാ അബതി ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസ്വിയ, കാരുണ്യവാനായ അള്ളാഹുവിനെ എതിര് ചെയ്ത ആളാണ് പിശാച്. ധാരാളം എതിര് ചെയ്യുന്ന ആളാണ് പിശാചിന്. അള്ളാഹുവിനെ ഇഷ്ടമല്ല. അള്ളാഹു പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. യാ അബതി, അല്ലയോ പിതാവേ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്ന് അദാബ് നിങ്ങളെ തൊടുമോ എന്നെനിക്ക് പേടിയുണ്ട്. ആ യമസ്സക എന്നത് ഇബ്രാഹിം നബിയുടെ ദഅവത്തിൻ്റെ ഭാഗമാണ്. അവിടെ നിങ്ങൾക്ക് അദാബ് നിങ്ങളുടെ തലയിൽ വന്ന് വീഴും എന്നവിടെ പറയാൻ കഴിയും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് യുസീബക എന്നുമല്ല, യമസ്സക. മസ്സ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുക എന്നാണ്. ലാ മിസാസ്, ഇന്നാരും തുടരുത്, അങ്ങനെയാണ്. സാമിരിയോട് അന്ന് ആ പശുവിനെ, സ്വർണം കൊണ്ട് പശുവിനെ ഉണ്ടാക്കിയ ആൾ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ സമാരിച്ചൻ എന്ന് പറയുന്ന ലാ മിസാസ്, മൂസ നബി പറഞ്ഞതാ. ആരോടും ലാ കലാം, ആരോടും സംസാരിക്കാനും പാടില്ല, ആരോടും ലാ മിസാസ്, എന്നെ തുടരരുത്, എൻ്റെ അടുത്ത് വരരുത്, ഒറ്റയ്ക്ക് ജീവിച്ചോ എന്ന് മൂസ നബി ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ പിതാവ് ആസർ അല്ല, താറഖാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹായ ഹദീസിൽ അഭിപ്രായം. ഇബ്നു അബ്ബാസ് തങ്ങളുടെ കാഴ്ചപ്പാട് അത് തന്നെയാണ്. താറഖാണ് എന്തല്ല, ആസറല്ല പിതാവ്. നേരം ഇബ്നു ജരീറിനെ പോലെയുള്ള റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ജരീർ തബരി ഹദീസ് പണ്ഡിതരാണ്, അവർ മുഫസ്സിറാണ്, അവരെ പോലെയുള്ള ആളുകൾ അല്ല പിതാവായിരിക്കാം എന്ന മുഹ്തമലുണ്ട്, അതിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇരിക്കട്ടെ, മറുത്തഭിപ്രായങ്ങൾ ഇല്ല എന്നല്ലോ പറയുന്നത്. ഇതിനൊക്കെ മറുത്തഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും ബഹുമാനവും ആദരവും നമ്മുടെ പ്രമാണങ്ങൾക്ക് വൈരുദ്ധ്യം വരാത്ത രീതിയിലുമാണ് ദീനിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വ്യാഖ്യാനം വരാൻ കാരണം.
അല്ലെങ്കിൽ ഒരുപാട് പ്രമാണങ്ങൾ നമുക്ക് തള്ളേണ്ടി വരും. അത് ചെയ്യാൻ പാടില്ല. വലിയ അനാദരവ് വരികയും ചെയ്യും. അതും ഒരിക്കലും നമുക്ക് പാടില്ലാത്ത വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആലിമീങ്ങൾ ഇങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാൻ കാരണം എന്ന് ഒന്നുകൂടെ തിരികെ തരാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹീം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹീം. ഇബ്രാഹീമേ, എന്റെ ആരാധ്യരായ ദേവീ ദേവന്മാരെ വേണ്ടെന്നാണോ നീ പറയുന്നത്? ഇല്ലം തൻതഹി, ആ വാദം നീ നിർത്തിയില്ല എങ്കിൽ ലഅർജുമന്നക, നിന്നെ ഞാൻ എറിയുക തന്നെ ചെയ്യും. വഹ്ജുർനി മലിയ, നീ എന്നോട് മിണ്ടണ്ട, എന്നെ നീ ഒഴിവാക്കിക്കോ, നീ ഇവിടെ നിന്ന് പോയിക്കോ, അതായത് അർത്ഥം. ഞാൻ നിന്നെ എറിയും. ഖാല സലാമുൻ അലൈക്, അപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. നിന്നെ എറിയെന്ന് പറയുന്ന ഇബ്രാഹിമിയുടെ മറുപടി ഏതാണ്? സലാമുൻ അലൈക്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഇതാണ് അംബിയാഇന്റെ ചരിത്രം അലൈഹിമുസ്സലാം. ഇവരെ സമാധാനമേൽപ്പിക്കുക, ഇവരെ ആശ്വാസവാക്കുകളാണ്. നിന്നെ എറിയും, എന്നോട് മിണ്ടണ്ട എന്ന് തന്റെ പിതൃതുല്യനായ ആള് പറയുമ്പോ സലാമുൻ അലൈക്, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. വാപ്പ എറിയുന്ന പറയുന്നത്, എറിയും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല മഹാനവറുകൾ ഇങ്ങനെ മദീനത്തിൽ ഇരിക്കുന്ന സമയത്താണ് 3 ചെറുപ്പക്കാർ ഒരു മനുഷ്യന്റെ, ഒരു അറാബിയുടെ കൈ പിടിച്ച് കൊണ്ടുവരുന്നത്, പിടിച്ചു വലിച്ചു കൊണ്ടുവരിക. അപ്പൊ ഉമർ തന്നെ കുറിച്ച് മാഷന് എന്ത് പറ്റി, എന്തൊക്കെ സംഭവം ചോദിച്ചു. അപ്പൊ 3 ചെറുപ്പക്കാരാണ്, ഞങ്ങളുടെ വാപ്പയെ ഇയാൾ എറിഞ്ഞു കൊന്നു, എറിഞ്ഞു കൊന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ എന്നവര്, അതെ ഖതൽത അബാഹും, ഇവരുടെ വാപ്പയെ നീ കൊന്നോ? നഅം. എങ്ങനെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്? പറഞ്ഞൊന്നുമില്ല, ഇവരുടെ വാപ്പയെ അയാളുടെ ഒട്ടകത്തെ കൊണ്ട് എന്റെ തോട്ടത്തിലേക്കാണ് വന്നത്. അപ്പൊ ഞാൻ അവരെ എറിഞ്ഞോടിക്കാൻ വേണ്ടി കല്ലെടുത്ത് എറിഞ്ഞു, കൊണ്ടത് ഇയാളുടെ തലക്കാണ്. അയാൾ വിളിച്ചു, അയാൾ സമ്മതിച്ചു, അയാൾ എറിഞ്ഞിട്ടുണ്ടെന്ന് സമ്മതിച്ചു. ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് എറിഞ്ഞതാണ്, മാങ്ങക്കറിഞ്ഞപ്പോ കൊണ്ടതല്ല, ഇയാളെ തന്നെ എറിഞ്ഞതാണ്. അൽ ഖിസാസ്, നിങ്ങൾ തിരിച്ചു കൊല്ലപ്പെടും. നിങ്ങൾ തങ്ങളെ പറയണത് പിന്നെ അവിടെ വിട്ടുവീഴ്ചയല്ലല്ലോ, നിങ്ങൾ തിരിച്ചു കൊല്ലും, അള്ളാഹുവിന്റെ നിയമം. അതിൽ ഇയാൾ കരയാൻ തുടങ്ങി. എന്നവരെ എന്നെ കൊന്നോളൂ, പക്ഷെ അംഹില്ലി സലാസത അയ്യാം, 3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്ത് ചെയ്യാ, എന്റെ മക്കളുണ്ട് അവിടെ, ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവര് ആ തോട്ടത്തെ 3 ആള് പാപ്പാനെ വന്നപ്പോൾ നല്ല ചെറുപ്പക്കാരാണ് മക്കള്, അവര് പിടിച്ചു കൊണ്ടുവന്നതാണ് എന്നെ. എന്റെ മക്കൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഭാര്യ അറിയില്ല, ഉമ്മ അറിയില്ല, പാപ്പ അറിയില്ല ഞാൻ എവിടെയൊക്കെ പോയത്, ഒരുപാട് ദൂരത്ത് നിന്ന് വരെയാണ്. അതുകൊണ്ട് ഞാൻ അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം, എന്നിട്ട് കൊന്നോളൂ, ഞാൻ ശിക്ഷ സ്വീകരിക്കാൻ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ശരിയാണ്. മൃതങ്ങല്ല, നിങ്ങൾ പ്രതിയാണ്, പ്രതിയെ നമ്മൾ വിടൂല. മൃതങ്ങളെ പ്ലീസ്, ഞാൻ വരും, അള്ളാനെ വിചാരിച്ച് ഞാൻ പറയട്ടെ, അള്ളാനെ വിചാരിച്ച് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ വരും, എന്നത് വിട്ടരണം, ഞാൻ വരും. നിനക്കാര് ജാമ്യം നിൽക്കും? അങ്ങനെ നോക്കുമ്പോ ആരും പറ്റും. ഒരാളുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശക്കണ കണ്ടപ്പോ ഇയാൾ നിൽക്കുന്നത്. ഇപ്പൊ ചോദിച്ചത് അബൂദർ ഗിഫാരി തങ്ങളോടാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് മരിക്കും, ഒറ്റക്ക് അല്ലാഹു പുനർജന്മം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ സ്വഹാബി അബൂദർ അൽ ഗിഫാരി തബൂക്കിലേക്ക് പോകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ ചരിത്രമാണ്. അപ്പൊ അബൂദർ ചോദിച്ചു, മൻ ബൈനി വ ബൈനക, പടച്ചോനെ നീ എങ്ങാനും വന്നിട്ടില്ലെങ്കിൽ ഉള്ളതെന്ന് എന്റെ ധാരണ ഉറപ്പാണ്, ഞാൻ എന്ത് കണ്ടിട്ടാ നിനക്ക് ധൈര്യം തരാ? ഇപ്പൊ നമ്മളിവിടെയൊക്കെ അധികം അങ്ങനെയല്ലേ, ക്രെഡിറ്റ് കാർഡും അതും ഇതും ലോണും അതിനൊക്കെ ജാമ്യം നിന്ന പോലെ മൂവും ചെയ്യുന്നതിന് ജാമ്യം നിന്ന ആളും മൂവും ചെയ്യില്ല. അങ്ങനെ ഉണ്ടാവില്ല, എത്ര ആൾക്കാരങ്ങനെ പറ്റിക്കാൻ ഇങ്ങോട്ട് പറയാം, ഞാൻ കുടിക്കും, ഞാൻ കുടിക്കൊന്നും ഉണ്ടാവില്ല. എന്താ പറയാ, ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ആൾക്കാരെ പഠിച്ചൊരു കളവതാണ്. പൈസ വാങ്ങിക്കുക, ഇൻവെസ്റ്റ് അതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാൾ എന്നെ പറ്റിച്ചു, ഞാൻ എന്ത് ചെയ്യും? അയാൾ നിന്നെ വേറെ മേലത്ത് വേറെ ആൾ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. അവസാനത്തിൽ എല്ലാവരും പറ്റിക്കപ്പെട്ടു, ആരെന്നെ ജയിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഈ സാധനം കുടിക്കും, എന്റെ കിടക്കണ കുടിക്കും, അയാൾ പൈസ പരന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അബൂദർ തങ്ങൾ പറഞ്ഞു, മൻ ബൈനി വ ബൈനക, നിന്റെയും എന്റെയും ഇടയിൽ ആരാണ് ഇവിടെ? ഞാൻ ആരെ കണ്ടിട്ട് നിനക്ക് ജാമ്യം നിൽക്കുന്നു പറഞ്ഞു. അല്ലാഹു ബിമൗസിഖിൻ മിനല്ലാഹ്,
അള്ളാഹനെ വിചാരിച്ച് ഞാൻ പറയാം, ഞാൻ വരും. അബൂദർ തങ്ങൾ ആലോചിച്ചോട്ടെ, അള്ളാഹനെ വിചാരിച്ച് പറയുമ്പോൾ പിന്നെ ഒരാളെ പറ്റിക്കൂലല്ലോ. ശരി, കഫല്ലാഹു വകീലൻ വകഫാ ബില്ലാഹി ഹസീബ. അല്ലാഹുവാണ് വക്കീല്, അല്ലാഹുവാണ് ജാമ്യം. ഉമർ തങ്ങൾ അബൂദറെ ബോധത്തോടു കൂടെയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഉമർ എന്നവരെ ജാഹിലിയ്യ കാലത്ത് അള്ളാഹനെ വെച്ച് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കൂലേ, ഇസ്ലാമിൽ നിന്നിട്ട് ഇപ്പൊ അള്ളാഹനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ കൊടുക്കാതിരിക്കാൻ ഞാൻ സ്വീകരിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ സന്തോഷത്തോടുകൂടി 3 ദിവസം പോയി വരാനുള്ള സമയമാണ്. അത്രയും ദൂരത്തേക്ക് കൊണ്ടുവരുന്നത്, മദീനത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുവരുന്നത്. എവിടെയോ വിദൂരത്ത് വരികയാണ്. അയാൾ പോയി. സുബ്ഹാനല്ലാഹ്, 3ാമത്തെ ഒരു ദിവസം അവസാനിക്കുന്ന മഗ്രിബോട് കൂടെ, പുതിയ ദിവസം ആരംഭിക്കുന്നത് മഗ്രിബോട് കൂടെ. ഉമർ തങ്ങൾ അസ്ർ കഴിഞ്ഞപ്പോൾ നടത്താൻ തുടങ്ങി. അബൂദർ എവിടെ? സുബ്ഹാനല്ലാഹ്, ഇയാൾ വന്നിട്ടില്ല. അബൂദർ റളിയല്ലാഹുവിനെ പേടിച്ച് അബൂദറിനെ ഈ 3 മക്കളും വാപ്പയുടെ പ്രതിയെ കാത്തിരിക്കുകയാണ്. നിങ്ങളാ ജാമ്യം നിന്നാണ്, എവിടെ നിങ്ങളാണെന്ന് ചോദിച്ചു. കാണില്ല. നിങ്ങൾ കൊല്ലും ഖിസാസ്. ലിമ, നിന്നെ കൊല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. അബൂദറെ, നിങ്ങളാണ് ജാമ്യം നിന്നത്. ഉമർ വാക്ക് പറയുന്നത്, എന്റെ എല്ലിൽ നിന്നും എന്റെ മാംസം അങ്ങോട്ട് എടുത്തു മാറ്റിയാലും അള്ളാഹുവിന്റെ റസൂൽ നടപ്പാക്കിയ ഒരു നിയമം ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യും. മറന്നവരെ, മഗ്രിബ് വരെ സമയമുണ്ടല്ലോ, ഈ ദിവസം അവസാനിക്കുക. 3ാമത്തെ ദിവസമാണ് ഇത് വെയിറ്റ് ചെയ്യുന്നത്. മഗ്രിബ് ആവാ, സൂര്യ അസ്തമിക്കാൻ നേരത്തെ ഈ മനുഷ്യൻ ഓടി വരും. ഓടി 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 തളർന്ന് അവിടെ കിടന്നു. തളർന്ന് കിടന്നു. ഞാൻ എന്തൊരു വെള്ളവും ഒരു ഭക്ഷണം കഴിക്കാതെ ഞാൻ ഓടി വരുന്നത്. ഞാൻ 3 ദിവസം എന്ന് പറഞ്ഞില്ലേ, എന്റെ കുട്ടികളൊക്കെ കരഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇട്ടേച്ച് പോകുന്നതാണ്. അപ്പൊ പോവാണെങ്കിൽ കാണുക കേട്ട മക്കളെ, മക്കളോട് യാത്ര പറഞ്ഞിട്ട് പോരാണ്. ഞാൻ ഇന്നൊരു വെള്ളം കുടിച്ചില്ല, ഓടിയായിരുന്നു. ഈ നേരം വരെ എനിക്ക് ജാമ്യം നിന്ന ഒരാളില്ലേ, അള്ളാഹനെ വിചാരിച്ച് ജാമ്യം നിന്ന ആളില്ലേ, അയാൾക്കൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ച് ഞാൻ ഓടി വന്നതാണ്. ബോധത്തെ തെളിഞ്ഞ് ഉണർന്നവരല്ലേ വിടൂലല്ലോ, എഴുന്നേൽക്കെന്ന് പറഞ്ഞു. ശിക്ഷ നടപ്പാക്കണം. അപ്പൊ ഈ കൊല്ലപ്പെട്ട ആളിന്റെ ഈ 3 മക്കള്, അവർക്ക് വല്ലാത്തൊരു ദുർവികാരം. ഒരു വാക്ക് വലിക്കുന്ന പറഞ്ഞാൽ അങ്ങനെയല്ലേ. ആര് പറഞ്ഞു? അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് ഇയാൾ ആ വാക്ക് പാലിച്ചല്ലോ, അങ്ങനെ വല്ലാത്തൊരു നന്മയാണ് ചെയ്തില്ലേ ഉമർ എന്നവരെ. അതിന്റെ പേരിൽ ഞങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി ഒരു നന്മ ചെയ്യട്ടെ. ഞങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുത്തു. പറഞ്ഞു, മക്കളെ മക്കളെ, ഖിയാമത്ത് നാൾ വരുന്ന ആ ദിവസം അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. ഇത് പറഞ്ഞു. ആ മനുഷ്യനോട് പറയാം, നിങ്ങൾ ഈ വന്ന ഈ വരവ്, വാക്ക് പാലിക്കാൻ വേണ്ടി നിങ്ങൾ വന്നില്ലയോ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മനുഷ്യൻ വല്ലാത്ത കർമ്മമാണ് ചെയ്തത്. അബൂദർ വബാറകല്ലാഹു ഫീക യാ അബൂദർ. അബൂദറെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ അയാൾക്ക് വക്കീലായി നിന്നില്ലേ, അള്ളാഹു നിങ്ങൾക്കും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഉമർ തങ്ങൾ കരഞ്ഞിട്ട് ദുആ ചെയ്തു. ഇതിൽ ഒരുപാട് പാഠങ്ങൾ, സ്വഹാബികളുടെ ആ ഒരു വാക്ക് പാലിക്കുന്ന നിഷ്കർഷതയും. ജീവൻ തന്നെ പോയാലും അങ്ങനെയൊക്കെ ജയിലിനൊക്കെ ചാടിപ്പോവല്ലേ, പോയവരുണ്ടോ, പരവളിറങ്ങിയവരുണ്ടോ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം വഞ്ചന ചെയ്യുന്ന മനുഷ്യന്മാരുടെ എന്തെല്ലാം നുണ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ അവർക്ക് 3 പേർക്കും ദുആ ചെയ്തു കൊടുത്തു. ഇവിടെ സംഭവിച്ചത് ഒരു മനുഷ്യൻ എറിഞ്ഞിട്ട് കൊന്നതാണ്. ഏറുകൊണ്ടാണ് അയാൾ മരിക്കുന്നത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അദലും ഉമർ തങ്ങളുടെ നീതിയും ഉമർ തങ്ങളുടെ കാഴ്ചപ്പാടുകളും വളരെ മനോഹരമാണ്, വളരെ വ്യത്യസ്തമാണ്. എനിക്ക് ശേഷം ഒരു നബി വരുമെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിൻ ഉമ്മത്തി ലമുഹദ്ദഥീന വമുകല്ലമീന വമിൻഹും ഉമർ. എൻ്റെ ഉമ്മത്തിൽ അല്ലാഹു നേരിട്ട് അറിവ് കൊടുക്കുന്ന ആളുകളുണ്ട്. മുഹദ്ദഥീന വമുകല്ലമീന, അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ഇൽഹാം കിട്ടുന്ന ആളുകളുണ്ട്. മിൻഹും ഉമർ, അതിൽപ്പെട്ട ആളാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നൊക്കെ നിബിധങ്ങൾ പറഞ്ഞ ഹദീസൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് വാപ്പയുടെ മറുപടി അർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും, നിന്നെ ഞാൻ എറിയും. സൂറത്ത് യാസീനിൽ അർജുമന്നക, നിങ്ങളെ ഞങ്ങൾ എറിയും എന്ന് പറയുന്നുണ്ട്. റജ്മ് ഏറ്റവും നിന്ദ്യമായ കൊലപാതകം. അന്ന് വാളും കുന്തൊക്കെയുള്ള കാലമാണ്. എന്നിട്ടും എറിയും എന്ന് പറഞ്ഞാൽ നിന്ദതയോടുകൂടെയുള്ള കൊലപാതകം എന്നാണ് ഇതിനർത്ഥം.
നിസ്സാരപ്പെടുത്തൽ ഒരു മനുഷ്യനെ അടിക്കുന്നത് നിസ്സാരപ്പെടുത്തലാണെന്ന്. മനുഷ്യനെ അടിക്കുക നാട്ടിലൊക്കെ ചെറുപ്പം വലിയ രസമായിരുന്നു. അടി കൂടുക, അടി കൊടുക്കാൻ വലിയ രസം, കിട്ടുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഈ അടിക്കുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ നിസ്സാരപ്പെടുത്തലാണ്. ഒരു മനുഷ്യനെ നിസ്സാരപ്പെടുത്തലാണ് ഈ അടിക്കുക എന്ന് പറഞ്ഞാൽ. ദുർബ് ഇഹാനത്താണെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ അടിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ശിക്ഷണം നൽകുകയാണെങ്കിൽ തന്നെ മുതിർന്ന മക്കളുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത് എന്ന് പറയാൻ കാരണം, ചെറിയ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് മുതിർന്ന മക്കളെ ചീത്ത വിളിക്കാൻ പാടില്ല. ഉമ്മയും വാപ്പയും ആ മുതിർന്ന കുട്ടിക്ക് ഒരു അഭിമാന ബോധമുണ്ട്, അത് നഷ്ടപ്പെടും. അപ്പൊ ചെറിയ കുട്ടി പിന്നെ ഇത് നിത്യം കാണുമ്പോഴാണ് കാക്ക വിളിക്കാന്ന് പറയുന്നത്. എന്താ ആ കാക്കയോടുള്ള ഇക്കയോടുള്ള ബഹുമാനമൊക്കെ ഈ കുട്ടിക്ക് അറിയാം. ഉമ്മാക്കും വാപ്പാക്കും വലിയ വരാതെ ഞാൻ വലിയ കോളായി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അതുകൊണ്ടാണ് നിബിധങ്ങളുടെയൊക്കെ സ്വഹാബത്തൊക്കെ പഠിപ്പിച്ച അദബ് അങ്ങനെയാണ്. മുതിർന്ന മക്കളെ നമ്മൾ ഗുണദോഷിക്കുമ്പോൾ ചെറിയ മക്കൾ അത് കേൾക്കരുത്, ഒറ്റ കൊണ്ടുപോയിട്ട്. അപ്പോ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് ചർച്ച വരാനുണ്ട്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. എന്റെ റബ്ബിനോട് വല്ലാത്ത വാത്സല്യമുള്ളവനാണ്. വാപ്പ ഇങ്ങോട്ട് എറിയെന്ന് പറഞ്ഞ വാപ്പാക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുത്ത മറുപടിയാണ് ഇത് കേട്ടോ. സലാമുൻ അലൈക്, സമാധാനം കേട്ടോ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അത് അള്ളാഹ് പുറത്തു തരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് മാപ്പ് ചോദിക്കും. എന്റെ റബ്ബ് ഒരുപാട് നന്മ ചെയ്യുന്നവനാണ്. ഇതൊക്കെ വലിയ വലിയ മെസ്സേജുകളാണ്. അള്ളാഹുവിന്റെ ചരിത്രമായി അവന്റെ ആയത്തുകളിൽ വളരെ സംക്ഷിപ്തമായ വാക്കുകളിൽ നമുക്ക് അവതരിപ്പിച്ചു തരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖും ഇബാദത്തിന് അള്ളാഹു നമുക്ക് അവന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കരുണയും റഹ്മത്തും ഫദ്ലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലെ മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച കൊണ്ടുവരാൻ ഇൻഷാ അല്ലാഹു തആല. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. റഹ്മാനായ തമ്പുരാനെ, അല്ലാഹു നീ ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഒരുപാട് ആളുകൾ അല്ലാഹുവേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നീ സലാമത്താക്കി നൽകണേ റഹ്മാനെ. സലാമത്ത് നൽകണേ റഹ്മാനെ. മനസ്സമാധാനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ ഉറപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിൽ യഖീൻ നൽകണേ തമ്പുരാനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാന സുദ്ദീഖൻ നബിയ്യ, നിന്നിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നിന്റെ വാക്കുകളെ ശിരസാവഹിക്കുകയും ചെയ്യുന്ന മഹാനായിരുന്നു നീ പറഞ്ഞ ആ തസ്ദീഖ്, അത്രയും ഉറച്ച ഈമാൻ അല്ലാഹുവിന് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവിന് ഞങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലെ ഈമാനിലെ വെളിച്ചം നാൾ വർദ്ധിപ്പിക്കണമേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇബാദത്തിന് ഉത്സാഹം തരണേ തമ്പുരാനെ. തിന്മകളോട് വെറുപ്പ് നൽകണേ തമ്പുരാനെ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണേ റബ്ബേ. നിനക്ക് എന്തൊക്കെ വെറുപ്പാണോ ഞങ്ങൾക്ക് വെറുപ്പാക്കി നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹു, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. കുടുംബത്തെ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. അല്ലാഹു, മക്കളിൽ പഠിക്കുന്നവർക്ക് ഓർമ്മശക്തിയും നല്ല വിദ്യാഭ്യാസവും ദുന്യവിയും ദീനിയുമായ എല്ലാ കാര്യങ്ങളിലും പഠനത്തിൽ നല്ല വിജയം നൽകണേ തമ്പുരാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള അല്ലാഹുവേ രോമാഞ്ചം നൽകുന്ന സ്വാലിഹീങ്ങളായ നല്ല മക്കളെ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. വിവിധങ്ങളായ അസുഖങ്ങളുള്ളവർ ചെറുതും വലുതുമായ അസുഖങ്ങളുണ്ട്, നീ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ എല്ലാ അസുഖങ്ങൾക്കും ശിഫ നൽകണേ തമ്പുരാനെ. മാരകങ്ങളായ അസുഖങ്ങളുള്ളത് ആയിരക്കാൻ വേണ്ടി പറഞ്ഞവര് ഇവിടെ പ്രത്യേകിച്ച് വായിച്ചിട്ടില്ലാത്തത്, എന്നാൽ ഇവിടെ എഴുതിയത് പല ആളുകളുടെയും പല അസുഖങ്ങളുള്ള എഴുതിയിരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. ശിഫ നൽകണേ തമ്പുരാനെ. ശിഫ നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹു, ഞങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യം അതെന്നും നിലനിർത്തി തരണേ റബ്ബേ. അല്ലാഹുവേ, എന്ത് പ്രയാസം വന്നാലും ജോലി ചെയ്ത് അധ്വാനിക്കാനുള്ള ആഫിയത്ത് ഞങ്ങളുടെ ശരീരത്തിൽ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ജോലി സംബന്ധമായ പ്രയാസം ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവിനെ എല്ലാം വാഹത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. നാട്ടിലേക്ക് പോകാൻ ലീവ് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവിനെ അവർക്ക് ആ വിഷയത്തിൽ പരിഹാരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, കേസുകളുള്ളവർക്ക് നീ വിജയം നൽകണേ റബ്ബേ. സലാമത്ത് നൽകണേ തമ്പുരാനെ. നമ്മൾ പല പരീക്ഷകളിലും വിജയം പ്രതീക്ഷിക്കുന്നവരുണ്ട് റബ്ബേ, ആഗ്രഹിക്കുന്നവരുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിഷയത്തിലും അല്ലാത്തതും എക്സാമുകളിലൊക്കെ അല്ലാഹു നല്ല വിജയം നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ ദൂഷ്യങ്ങളും ഇല്ലാതെയാക്കണേ റബ്ബേ. അല്ലാഹുവേ, അഹങ്കാരമോ അഹംഭാവമോ അല്ലാഹുവേ വന്നു പോകാതെ കാക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ മരണത്തിന്റെ അവസാനത്തെ സെക്കൻഡ് വരേക്കും പരിപൂർണമായ ആരോഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ നാവ് കൊണ്ട് ഒരുപാട് നല്ലത് പറയാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ
റഹ്മാനെ. കാതുകൊണ്ട് നല്ലത് കേൾക്കാനും മനസ്സുകൊണ്ട് ശരീരം ബ്രെയിൻ കൊണ്ട് നല്ലത് ചിന്തിക്കാനും അള്ളാഹു തിന്മകളിൽ നടന്നു നിൽക്കാനും തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും നല്ല കൂട്ടുകെട്ട് നൽകണേ റബ്ബേ. നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് നല്ല സൗഹൃദ ബന്ധം നൽകണേ തമ്പുരാനെ. ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോവാതെ കാക്കണേ റബ്ബേ. അവരൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വീടുന്ന് പടിയിറങ്ങി അവർ പഠിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതുവരേക്കും അതിനപ്പുറത്തേക്കും അവരുടെ ജീവിതത്തിൽ മുഴുക്കയും നിന്റെ ഹിഫ്ളും നിന്റെ സംരക്ഷണവും നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടവർ ഖൈറായ മഈശത്ത് നീ നൽകണേ റബ്ബേ. അവർക്ക് ഖൈറായ ജോലി നീ മരണപ്പെട്ടവർക്ക് കരപ്പെടുത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ജോലികളിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് സലാമത്ത് നൽകണേ റബ്ബേ. ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലെങ്കിൽ ഖൈറിലേക്ക് ഒരു മാറ്റം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഈമാൻ സലാമത്തായി കരിഞ്ചൊല്ലി വിളിക്കുന്ന സൗഭാഗ്യം നൽകണേ റഹ്മാനെ. മഹാനായ ആമിർ ഇബ്നു സാബിത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നിവർ ദുആ ചെയ്ത പോലെ അല്ലാഹു റസുഖന മീതതൻ ഹസന, നല്ല മരണം നൽകണേ തമ്പുരാനെ. സുജൂദിൽ കിടന്ന് മരിക്കുന്ന ഭാഗ്യം അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. റഹ്മാനിമായ റബ്ബേ, നിങ്ങൾ ഓരോരുത്തരുടെയും ഖബറിടം സുഹൃത്തോപ്പാക്കണേ റബ്ബേ. മരിച്ചുപോയ മുഅ്മിനി മുഅ്മിനാത്തുകളുടെ ഖബറുള്ള സുഹൃത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെയും ഇവരുടെയും ആഖിറം നൽകണേ തമ്പുരാനെ. നാളെ അർദുൽ അക്ബറിലേക്ക്, നാളെ മഹ്ശറയിലേക്ക് വരുന്ന നേരത്ത് അല്ലാഹുവിനെ ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബേ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും ജീവിതത്തിൽ ഒരുപാട് ചെയ്യാനും ഹബീബിന്റെ ശഫാഅത്ത് കിട്ടാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിജാഹി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا.